ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല അനുഗ്രഹപ്പെട്ട സ്തോത്രം. ഒരു പകലോടും സ്വർഗത്തിലെ ദൈവം നമുക്കായി ദാനം തന്ന ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ആരാധന ദിവസം തന്നെ നമുക്ക് ഒന്നിച്ച് കൂടുവാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യം. സ്തോത്രം. പണ്ടൊന്നും ഇത്രയും പറയാൻ പറ്റത്തില്ല, അപ്പം അങ്ങനെ പറയും. കാര്യം എന്തുവാ? നമ്മൾ അനുഭവിക്കുന്നത് ആരാധനയുടെ മഹത്വം എത്രവാനാണ്. സ്തോത്രം. ദൈവം ഒരുക്കിയ ആരാധനയെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അല്പം നമുക്ക് ചില വിഷയത്തിന് വേണ്ടി അത് പ്രാർത്ഥിച്ചിട്ട് ദൈവവചനത്തിലേക്ക് ഒന്ന് കയറാം. സ്തോത്രം. സ്തോത്രം. ആദ്യം നമുക്ക് ചെറിയാച്ചായന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. 30% അമികാലലിയ ഹാർട്ടിന് അമികാലലിയ വർക്ക് ചെയ്യുന്നുള്ളൂ ഹാർട്ട്. എങ്കിൽ പോലും എല്ലാ കാര്യവും സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യത്തിനകത്തും ആക്റ്റീവായിട്ട് നിൽക്കാൻ ദൈവം കൃപ കൊടുത്തു. സ്തോത്രം. എങ്കിൽ അമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇത് കേട്ടപ്പോൾ മുതൽ കേൾക്കുന്നത് ദൈവം ആ കണ്ണിന് വലിയൊരു മിറക്കിൾ ചെയ്യും അവിടെ. സ്തോത്രം. ആ കണ്ണിന്റെ കാഴ്ചയുടെ വിഷയത്തിനകത്ത് അപ്പൊ പിതാവെ, ഞങ്ങൾ സർജറി ഒന്നും അല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ കരമൊന്ന് തൊടുവാൻ വേണ്ടി, കർത്താവിന്റെ കരമൊന്ന് തൊടുവാൻ വേണ്ടി. ശബകമന നദികമന ഋതമന വിതന അസ്തമ രഗമന 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 രൂതമനാഥ. ദൈവത്തിന്റെ കരം തൊടത്ത് കർത്താവ്, ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തിട്ട് കർത്താവ്, ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തിട്ട് കർത്താവ്, ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്തിട്ട് കർത്താവ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ഈ സാക്ഷ്യം പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ സൗഖ്യങ്ങൾ അവിടെ തുടച്ചു കർത്താവ്. കുരുടനെ കാഴ്ച കൊടുത്ത ദൈവത്തിന്റെ മഹത്വം, കുരുടനെ കാഴ്ച കൊടുത്ത ദൈവത്തിന്റെ മഹത്വം, കുരുടനെ കാഴ്ച കൊടുത്ത ദൈവത്തിന്റെ മഹത്വം, ആ കുരുടനെ കാഴ്ച കൊടുത്ത ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ വചനത്തിനകത്ത് ഞങ്ങൾ വെളിപ്പെടട്ടപ്പ. ദൈവം സൗഖ്യമാവട്ടെ കർത്താവ്. അത്ഭുതങ്ങൾ ചെയ്തിട്ട് കർത്താവ്, അത്ഭുതങ്ങൾ ചെയ്തിട്ട് കർത്താവ്. ഒരു സന്തോഷ വാർത്ത, ഒരു വിടുതലിന്റെ വാർത്ത ആ കുടുംബത്തിന് ദൈവം കേൾപ്പിക്കുന്ന കർത്താവ്. കർത്താവ് ദൈവം അങ്ങനെ സകല മഹത്വമുള്ള അത്ഭുതങ്ങൾ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സ്തോത്രം. ആ സാക്ഷ്യം അമേകാലിലെ ഒരു മറുപടി ഉണ്ട്. അത് ഞങ്ങളുടെ അവകാശമാണ്. കർത്താവ് നമുക്ക് തരും. സ്തോത്രം. അതേപോലെ സ്തോത്രം. തങ്കമനുഷ്യനായി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം ഉയർത്തപ്പെടുവാൻ വേണ്ടിയാണ് അമേകാലൊരു സ്തോത്രം. അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പറയുവാൻ വേണ്ടിയാണ് ചില പ്രതികൂലം എപ്പോഴും അനുഭവിക്കുന്നത്. ദൈവത്തെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം വെളിപ്പെട്ട് തങ്കമനുഷ്യനെ കുറിച്ച് പറയുന്നത് ഒരു വലിയ വിടുതലിന്റെ സമയമായി, ഒരു വലിയ കൊള്ള മുതൽ തന്നിരുന്ന സമയമായി. ഞാൻ അനുഭവിക്കുവാൻ യോഗ്യതയില്ലാത്ത ചില വലിയ നന്മകൾ എന്റെ ജീവിതത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം തരുക. ആ വലിയൊരു അത്ഭുതം എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുക. ദൈവം അത് ഊന്ന് വെളിപ്പെടാത്ത കർത്താവ്, ആ വാർത്തത്വം വെളിപ്പെടാത്ത കർത്താവ്. ദൈവം അത് ദൈവം ഒരുക്കി കൊടുക്കുന്നില്ല, ദൈവം ഒരുക്കി കൊടുക്കുന്നില്ല. ദൈവത്തിന്റെ വാർത്തകളും ദൂതുകളും ഒരുക്കി ചിലതിനെല്ലാം ഉണർത്തിക്കൊണ്ട്, ചിലവരൊന്ന് പണിയപ്പെട്ടുകൊണ്ട്, ചിലവരൊന്ന് പ്രാപിച്ച് പുറത്തു വരേണ്ടപ്പ ദൈവം പറഞ്ഞ ദൂത് അവരുടെ കുടുംബത്തിനകത്ത് പ്രവൃത്തിയാവട്ടെ കർത്താവ്. കർത്താവ് ദൈവം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം, അത് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടുത്ത നമുക്ക് പ്രാർത്ഥിക്കാം. മകളാമണി ആനിക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. സ്തോത്രം. ആ സാക്ഷ്യം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അമേകാലി സ്തോത്രം. സ്തോത്രം. കിട്ടുന്ന ബോണസ് എല്ലാം അമേകാലി സ്തോത്രം ചില സാമ്പത്തിക കടഭാരം മാറ്റത്തേ ഉള്ളൂ, അനുഭവിക്കാൻ പറ്റും. ഈ വർഷം ബോണസ് ഇല്ലാതെ തന്നെ ദൈവം എല്ലാം വിടുവിച്ചു. സ്തോത്രം. ഇന്ന് പകലെ ഞാൻ വന്നപ്പോഴും തന്നെ ഞാൻ സംസാരിച്ചപ്പോഴും അതാ പറഞ്ഞ എന്തുവാ, നമ്മളെ കാര്യങ്ങൾ ദൈവം നടത്തുന്നുണ്ടോ. സ്തോത്രം. നമ്മൾ അതിന് ദൈവത്തെ സ്തുതിച്ചാൽ മതി. ദൈവത്തിന്റെ വചനം പറഞ്ഞ എന്തുവാ, നാളത്തേക്ക് വേണ്ടി കരുതണ്ട, നാളത്തേക്ക് കരുതുന്നത് കർത്താവാ. സ്തോത്രം. നീ നാളത്തെ കുറിച്ച് ഭാരപ്പെടണ്ട. നിന്നെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ദൂത കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. കർത്താവെ വെളിപ്പെടട്ടെ. കർത്താവെ മുളിച്ചേൽ വെളിപ്പെടട്ടെ. മക്കളുടെ മേൽ, മരുമക്കളുടെ മേൽ, കൊച്ചുമക്കളുടെ മേൽ വെളിപ്പെടട്ടെ. ആ കുടുംബം നന്മ കാണട്ടെ, ആ കുടുംബം അനുഗ്രഹം കാണട്ടെ. പലവട്ടം പിശാച് പറഞ്ഞതാ അനുഗ്രഹം കാണത്തില്ലെന്ന്, പക്ഷെ അവരെല്ലാം ജയിച്ചു പുറത്തു വന്നിട്ടുണ്ട്, അത്ഭുതത്തോട് പുറത്തു വന്നിട്ടുണ്ട്. നന്മ എല്ലാവരും വേണ്ടി കാണുന്ന രീതിയിൽ, അവൻ അനുഗ്രഹം എല്ലാവരും വേണ്ടി കാണുന്ന രീതിയിൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഇന്നലെ ഇന്നും എല്ലാം അനുഗ്രഹിച്ച ദൈവമേ, നാളെ ദൈവം ഇരട്ടിയായി അനുഗ്രഹിക്കുന്നതിനെ വെക്കാൻ തന്നെ പറയുന്നത്. അവാസങ്ങൾ കൂടുതലും വരും. ഹൃദയം നടക്കട്ടെ, ഹൃദയം നടക്കട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അടുത്ത നമുക്ക് സാക്ഷ്യം പറഞ്ഞ അനുവർന്നായി പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ സാക്ഷ്യമാണ് അമേകാലി സ്തോത്രം. ദൈവ ശബ്ദം കേൾക്കാൻ ദൈവം ഭാഗ്യം കൊടുത്തു. സ്തോത്രം.
എന്ന് പറഞ്ഞാൽ സ്തോത്രം, സ്തോത്രം, അതിന്റെ വായയുടെ അകത്തുള്ള പ്രതിസന്ധി, പ്രതികൂലങ്ങൾ, ആ വായയുടെ അകത്ത് ആ അനുഭവിച്ച ആ വേദന, ഇതെല്ലാം കണ്ടവർക്കറിയാം. ഞാനത് കണ്ടതുകൊണ്ട് പറയുക, എനിക്ക് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. സ്തോത്രം, ആ അവസ്ഥയിൽ ഇരുന്ന ആളിനെ കൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ അമികാലിലെ പാട്ട് പാടുവാനും അത് ലീഡ് ചെയ്യുവാനും അത് ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കുകയും ആത്മാവിന്റെ ആരാധന സഭയെ വെളിപ്പെടുകയും ചെയ്തു. സ്തോത്രം. അപ്പോഴും തന്നെ അമികാലിലെ സ്തോത്രം, പുള്ളിക്കാരൻ സാക്ഷ്യം പറയുമ്പോൾ എഴുന്നേറ്റിരുന്ന് പറയാൻ വേണ്ടി ഇരുന്നതാ, ഇതിനു വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. സ്തോത്രം. പക്ഷേ കർത്താവ് എന്ത് ചെയ്തില്ല? കർത്താവ് എന്ത് ചെയ്തില്ല? അത് അനുവദിച്ചില്ല. കാര്യം എന്തുവാ? കർത്താവ് അങ്ങോട്ട് പറഞ്ഞു, എല്ലാവരുടെ മേളിലോട്ട് നീ ഭാരം ചുമക്കാതെ നിന്റെ വിഷയത്തിന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിയില്, ദൈവം വിടുതൽ തരാം. സ്തോത്രം. ആ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്നും ആ പ്രാർത്ഥനയുടെ മഹത്വം ഉണ്ടെന്നും ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശരീരത്തിന് അനുഭവിക്കാൻ തുടങ്ങി. ആ വലിയ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ദൈവം അതേപോലെ ഓരോ ദൈവജനം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കകത്ത്, ദൈവസഭയ്ക്കകത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളും ദൈവവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഇത് പൂർണ്ണ പൂർണ്ണമായി ദൈവസഭയിലേക്ക് ദൈവമക്കളെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവാ, ദൈവത്തിന്റെ ദൂത് കാണാൻ പോവാ, ദൈവത്തിന്റെ ആലോചന കാണാൻ പോവാ. ദൈവം ഒരുക്കുന്ന എന്റെ പ്രാർത്ഥന വരും. എന്നോട് തന്നെ ദൈവം സംസാരിക്കുന്നു. അമ്മ ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ എന്റെ ഭാഷയിൽ എനിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്നോട് സംസാരിക്കുന്ന ദൈവം ചില മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന്റെ വിടുതൽ അനുഭവിക്കാൻ ദൈവം നൽകി. എങ്കിൽ ദൈവം ഇരട്ടിയായി ഈ ദിവസങ്ങളെ ദൈവത്തിന് വേണ്ടി ദൈവം ഉപയോഗമാക്കിയിട്ട് കർത്താവ് ദൈവം കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വലിയ കൃപ വെളിപ്പെടുത്തട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. സ്തോത്രം. സ്തോത്രം. വലിയ സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത്. സ്തോത്രം. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ വിഹാലന്റെ സ്തോത്രം ദൈവസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ശക്തമായി കാലങ്ങൾ കൊണ്ടും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ കാലങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് കഴിഞ്ഞ ദിവസങ്ങൾ മുതലാണ് ദൈവം വിടുതൽ നൽകിയത്. എന്തുവാ? ഈ സഭയ്ക്കകത്ത് കയറി വന്ന വിടുതൽ. സ്തോത്രം. അത് പാസ്റ്ററിന്റെ അടുത്ത് പറയുകയോ അല്ലെങ്കിൽ സ്തോത്രം മറ്റൊരു ദൈവമക്കളുടെ അടുത്ത് ഷെയർ ചെയ്യുകയോ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഏത് വിഷയമായിട്ട് വരുന്നത് അത് വിടുതൽ അയച്ചിട്ട് ദൈവം അയക്കത്തുള്ളൂ. സ്തോത്രം. അത് സാമ്പത്തികമാവട്ടെ, അത് രോഗമാവട്ടെ, അത് മാനസികമായ ക്ലേശമാവട്ടെ, കുടുംബത്തിന്റെ സ്വസ്ഥതക്കേടാവട്ടെ, അല്ലെങ്കിൽ സ്തോത്രം ജോമിക വരുമാനമില്ലാത്ത ഒരു വിഷയമാവട്ടെ, എന്തോ ആവട്ടെ, സ്വർഗത്തിൽ ദൈവം കഴിഞ്ഞ നാളുകളിൽ എന്നോട് ശക്തമായി പറഞ്ഞിരിക്കുന്ന പ്രോമിസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തുവാ? ദൈവം അത്ഭുതം ചെയ്യും. സ്തോത്രം. അതിന്റെ ഏറ്റവും വലിയ തുടക്കമാണ് ദൈവശബ്ദം കേട്ടില്ലേ? ആ വായിക്ക് അങ്ങനെ വന്നതുകൊണ്ട് ദൈവശബ്ദം കേൾക്കാൻ പറ്റി. ആണോ? സ്തോത്രം. സ്തോത്രം. നമ്മളോട് സംസാരിക്കുക എത്ര പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എത്ര ഭക്തന്മാർ കാലങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ദൈവശബ്ദം ഒന്ന് കേൾക്കാൻ, ഡയറക്റ്റ് ഒന്ന് കേൾക്കാൻ. ഡയറക്റ്റ് കേട്ടോ? സ്തോത്രം. അതാണ് ദൈവത്തിന്റെ മഹത്വം. അതേപോലെ സ്തോത്രം, ഈ കോഡ് വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ആരോൺ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചു. ഭവനത്തിൽ വാർത്ത നടക്കുമ്പോഴേ അനുഭവിച്ചു. സ്തോത്രം. സ്തോത്രം എന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഇരട്ടി അനുഭവിച്ചു. ഇനി ഇരട്ടി അനുഭവിക്കാൻ പോവാ. എന്തുവാ? കൃപകൾ കിടക്കുക, ശുശ്രൂഷകൾ കിടക്കുക. ഈ സഭയ്ക്കകത്ത് കടന്നു വരുന്ന ഓരോ കുഞ്ഞുങ്ങളെ മേലും എന്നുണ്ട്? കൃപാവരം കിടപ്പുണ്ട്, ശുശ്രൂഷ കിടപ്പുണ്ട്. അവരെനി ഏതെല്ലാം മേഖല ജോലി ചെയ്താലും അവർ കർത്താവിന്റെ വേല ചെയ്യും. സ്തോത്രം. കാര്യം എന്തുവാ? അവരെ ദൈവം അതിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഈ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്ന ഒരു കുഞ്ഞു പോലും അല്ലാതല്ല ദൈവം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്നത് എന്തുവാ? കർത്താവിനുള്ളതാണ്. പ്രീസലം. അപ്പൊ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യും? അവര് ഉപയോഗപ്പെടും. സ്തോത്രം. ഉപയോഗപ്പെടും, ആത്മാർത്ഥമായി ഉപയോഗപ്പെടും. ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ദൈവസഭയിൽ നിന്ന് പിതുക്കെ പുറത്തു കയറുക. ദൈവം നിർത്തിയിരിക്കുന്നതിന് എന്തിനു വേണ്ടിയാണ്? ഉപയോഗപ്പെടുവാനാണ്. ഈ സഭയുടെ ഒരു അഡ്രസ് പുറത്തു കൊണ്ടുവരുന്നത് ഇവരായിരിക്കും. സ്തോത്രം. ഇവരായിരിക്കും. ഇവർ ഓരോരുത്തരായിരിക്കും ഈ സഭയ്ക്കകത്ത് എന്താ ഉള്ളത്, ഈ സഭയ്ക്ക് എന്തോ പ്രത്യേകത എന്നെല്ലാം വെളിപ്പെടുത്തി തരുന്ന ആരായിരിക്കും? ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളായിരിക്കും സാക്ഷ്യം പറയുന്നത്. അവരുടെ അനുഭവത്തിൽ കൂടെ, അവരുടെ ശുശ്രൂഷയെ കൂടെ ആയിരിക്കും ഈ സഭ പുറത്തു വരുന്നത്. സ്തോത്രം. അത് കാലങ്ങൾക്ക് മുമ്പേ ദൈവം പറഞ്ഞ ദൂതാണ്. ആ ദൂതാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുഞ്ഞുങ്ങളെ അഭിഷേകം പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷയാൽ മാത്രം നിർത്തുവല്ല, അതിനകത്ത് ചില കൃപാവരങ്ങളോട് പുറത്തു കൊണ്ടുവരും, ചില ശുശ്രൂഷയോട് പുറത്തു കൊണ്ടുവരും. അതുപോലെ ഈ സഭയിൽ കടന്നു വരുന്ന ഓരോ ദൈവജനത്തെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് വെച്ചിരിക്കുന്നത്. അല്ല ചുമ്മാ ഒരു വിശ്വാസിയായിട്ട് വന്നിട്ട് അല്ലെങ്കിൽ മടങ്ങിപ്പോവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എന്തിനു വെച്ചിരിക്കുന്നത്? ശുശ്രൂഷകൾക്കായി ഒരുക്കപ്പെടുവാനാണ് വെച്ചിരിക്കുന്നത്. സ്തോത്രം. മുന്നോട്ട് വിളിക്കുന്ന മുമ്പേ കയറി വന്ന് മുന്നിൽ വന്ന് ശുശ്രൂഷ ചെയ്തിട്ട് പോകുന്ന രീതിയിലായിരിക്കും ഓരോരുത്തരും ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. കാര്യം ഇതൊരു മിനിസ്ട്രിയുടെ സഭയാണ്. ഇതല്ലാതെ ഒരു സഭയായിട്ട് കൂടിപ്പോയുള്ളതല്ല. ഇതിലുള്ള ഓരോരുത്തരെയും ദൈവം ഒരു മിനിസ്ട്രി ഏൽപ്പിച്ചിട്ടുണ്ട്, ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സഭയുടെ
ആമേൻ, വലിയൊരു സാക്ഷ്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇവിടെയുള്ള ജനത്തെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അല്ല നമ്മൾ ആരോടും പരസ്യം ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടോ? സ്തോത്രം. പരസ്യം ചെയ്യാനാണെങ്കിൽ ഇന്ന് ഇവിടെ വിടുതൽ നടന്ന ഓരോരുത്തരെ എനിക്ക് ഫ്രണ്ടിൽ വിളിച്ച് സാക്ഷ്യം ചെയ്യിപ്പിക്കാം, ഇല്ലേ? സ്തോത്രം. അങ്ങനെ സാക്ഷ്യം പറയാനല്ല. കാര്യം എന്തുവാ? ഈ സഭയ്ക്കകത്ത് വരുന്ന ഓരോ ദൈവജനവും മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ എന്ത് ചെയ്യും? സാക്ഷിയായിട്ട് നിൽക്കും. അത് മാത്രമല്ല, മകളാമണിയെ എത്ര വട്ടം തകർക്കുമെന്ന് പിശാച് വെല്ലുവിളിച്ചത്, വാദിച്ചത്. സ്തോത്രം. കയറി വന്നപ്പോൾ ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഈ രണ്ട് സാക്ഷ്യം, ഇന്നലെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു, ഇന്നാണ് ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മകളാമണിയാന്റെ സാക്ഷ്യം കേട്ടു, കയറി വന്നിരുന്നു, ആരോടും പറഞ്ഞില്ല, ദൈവത്തോട് മാത്രമേ പറഞ്ഞുള്ളൂ. ദൈവം മറുപടി അയച്ചു, ശരീരത്തിനകത്ത് വിടുതൽ അയച്ചു, ഇല്ലയോ? സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം, ദൈവജനത്തെ തകർക്കാൻ പിശാച് എത്ര പ്ലാൻ ഇട്ടാലും പ്ലാൻ നടക്കത്തില്ല. കാര്യം എന്തോ? നമ്മൾ ഒന്നിച്ച് കൂടിയോ, നമ്മൾ ഒന്നിച്ചിരുന്ന് ആരാധിക്കും. ഒന്നിച്ചിരുന്ന് ആരാധിക്കുന്നത് എങ്ങനെയാ? ഒരേ മനസ്സോടാ. അല്ലാതെ ഇവിടെ അമികാലം വലിപ്പം ചെറുപ്പമായിട്ടല്ല ആരാധിക്കുന്നത്. വലിപ്പം ചെറുപ്പമായിട്ടെല്ലാം ആരാധിക്കുന്നവരെല്ലാം നീ പുറത്ത് കളഞ്ഞു. വലിപ്പം ചെറുപ്പമായിട്ടല്ല ആയിരിക്കുന്നത്, ഒറ്റ മനസ്സോട് ആഗ്രഹിക്കുന്നത്, ആരാധിക്കുന്നത്. കാര്യം എങ്ങനെയാ? ഞങ്ങൾ സഹോദരങ്ങളാണ്. സ്തോത്രം. സ്തോത്രം. ഇല്ലയോ? അങ്ങനല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ലേ? നമ്മളെ കൂടപ്പിറപ്പുകളാ, നമ്മളെ സഹോദരങ്ങളാ. സ്തോത്രം. ഹല്ലേലൂയ. സഹോദരങ്ങളാ. ആ പ്രാർത്ഥനമേൽ ആര് മറുപടി തരും? ദൈവത്തിന്റെ കൃപ മറുപടി തരും. സ്തോത്രം. എനിക്ക് ഭയങ്കര സാക്ഷ്യം തോന്നിയ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ 2 വെള്ളിയാഴ്ചക്ക് മുമ്പാണല്ലോ നമ്മള് ഒരുപാട് നാൾക്ക് ശേഷം ഒന്നിച്ചു കൂടിയ സമയത്ത് സ്തോത്രം, സുനിസിസ് എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞു, ഈ വെള്ളിയാഴ്ച എന്തോരം പ്രാർത്ഥനയുണ്ടല്ലോ പക്ഷേ ഞാൻ വരും. സ്തോത്രം. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, സൺഡേയിലും ഉണ്ട് പ്രാർത്ഥന. സ്തോത്രം. സൺഡേയിലും ഉണ്ട്, വെള്ളിയാഴ്ച വരാൻ പറ്റിയില്ലെങ്കിൽ സൺഡേ ഇല്ല പക്ഷേ നമ്മളെ എല്ലാവരും ഒന്ന് കാണണ്ടേ, ഒരുപാട് നാളല്ലേ കണ്ടിട്ട്, അത് തന്നെ ഒരു സന്തോഷമില്ല. സ്തോത്രം. അത് പറയാൻ കാര്യം എന്തുവാ? ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്വന്തം സഹോദരനായി സ്നേഹിക്കുന്നത് കൊണ്ടാണ്. സ്തോത്രം. അത് കാണിക്കാനല്ല, ആ സ്നേഹം പങ്കിടുവാൻ, അനുഭവിക്കാൻ. അതിനകത്തൊന്നും എന്ത് വരുന്നേ? ഒരു ആത്മാർത്ഥ വാക്ക. അത് ആര് കാണും? സ്വർഗം കാണും. സ്തോത്രം. അങ്ങോട്ടൊന്നും വിളിയും പറച്ചിലൊന്നും വേണ്ട. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം ആ ബന്ധത്തെ കൂട്ടും, അവരെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കും. കഴിഞ്ഞ ഈ കോവിഡ് കഴിഞ്ഞ് നമ്മൾ കോവിഡിന്റെ സമയത്ത് ഈ സഭ എപ്പോ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു ഗീതാന്റിയുടെ സാക്ഷ്യം. സ്തോത്രം. ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ്. ആ മുഖത്ത് നോക്കിയിട്ട് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പേടിച്ചു പോയൊരു കാര്യമാണ്. ഒരു സൈഡ് അങ്ങ് കോടി വരുന്ന കണ്ടു, പക്ഷെ ദൈവം ഒരു മിറക്കിൾ ചെയ്തു. എങ്കിൽ നമ്മളെ ദൈവജനത്തെ ആരനുഗ്രഹിക്കും? ദൈവം നിശ്ചയമായി അനുഗ്രഹിക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. സ്തോത്രം. കുഞ്ഞുങ്ങൾ ധൈര്യമായിട്ട് ദൈവത്തിന്റെ കൃപാവരങ്ങൾ ശുശ്രൂഷയായി നടക്കുക. ഈ വർഷം അഡ്മിഷന് വേണ്ടി 3 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. 3 കുഞ്ഞുങ്ങൾ പാർച്ചുകൊണ്ടിരിക്കുക, അവരുടെ അഡ്മിഷൻ വെളിപ്പെടട്ടെ. സ്തോത്രം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, പഠിത്തത്തിന്റെ ആദ്യം കൂടുതലായി പ്രാർത്ഥിക്കുന്നത്, അവരെല്ലാം എന്ത് ചെയ്യണം? ദൈവത്തോട് അടുക്കണം, അഭിഷേകം പ്രാപിക്കണം. പഠിത്തം ദൈവം കൊടുത്തോളൂ. കർത്താവ് എന്ന് പറഞ്ഞേ, എന്റെ രാജ്യം അന്വേഷിപ്പി, അതിനോടൊപ്പം നിങ്ങൾക്കെല്ലാം ലഭിക്കും. അങ്ങനെയല്ലേ പറഞ്ഞേ? അല്ലാതെ എല്ലാം ലഭിച്ചിട്ട് രാജ്യം അന്വേഷിക്കാനാണോ പറഞ്ഞേ? ആണോ? ആണോ? എല്ലാം വിടുതൽ കിട്ടിയിട്ടേ ഞാൻ ഇന്നത് ചെയ്യത്തോളൂ എന്ന് പറഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. വിടുതൽ കിട്ടത്തില്ല. സ്തോത്രം. എന്റെ ആത്മീയ ഗുരു എന്നോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതെന്നെ ഇപ്പോഴും ബലപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാര്യം എന്തുവാ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങി, പഠിത്തം കഴിഞ്ഞു, കർത്താവിന്റെ വേലകൾ സൈഡിൽ കൂടെ ചെയ്യുമ്പോൾ സ്തോത്രം, ചില പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിനകത്തുണ്ട്. പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഞാൻ സ്തോത്രം, എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നു. കർത്താവിന്റെ വേല ഇന്നടുത്ത് ചെയ്യാൻ വേണ്ടി എനിക്ക് ഓഫറുകൾ വന്നു. സ്തോത്രം. അങ്ങനെ ചർച്ചകൊണ്ട് ഒരു ഓഫർ വന്നപ്പോൾ സ്തോത്രം, ഞാൻ ദൈവത്തോട് അത് കേട്ടപ്പോഴെന്ത് പറഞ്ഞേ? എന്റെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ഞാൻ എവിടെ പോകത്തുള്ളൂ? പാലക്കാട് പോകത്തുള്ളൂ, കർത്താവിന്റെ വേലയ്ക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. ആദ്യം പ്രശ്നങ്ങൾ കർത്താവ് ഒന്ന് മാറ്റി. ആരോടോ പറയുന്നേ? ദൈവത്തോട് പറയുക. ആദ്യം ഞാനൊരു കാര്യം ചോദിച്ചേ, എന്റെ മോനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറയുക, ആ കസാര ഒന്ന് എടുത്തൊന്ന് മാറ്റി വെക്കടാന്ന് പറഞ്ഞപ്പോ അവൻ എന്റെ അടുത്ത് പറയുക, ആദ്യം എനിക്ക് ഒരു ലേസ് മേടിച്ചുക, എന്നാലേ ഞാൻ അത് മാറ്റത്തുള്ളൂ. നമുക്ക് അവനോട് സ്നേഹം തോന്നും, വിരോധം തോന്നും. എന്തോ തോന്നും? ദേഷ്യം തോന്നും. ലേസ് മേടിച്ചു കൊടുത്താലേ മാറ്റത്തുള്ളൂ.
കിട്ടിയാലേ മാറ്റത്തുള്ളൂ. നമുക്കെന്ത് ദേഷ്യം തോന്നും. പക്ഷെ അവൻ ആ കസാല മാറ്റി വെച്ചിട്ട് എന്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ, പോകുമ്പോ എനിക്ക് ലേസ് മേടിച്ചു തരാമെന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് ചെയ്യും? ഒരു മനസ്സരവുണ്ട്. മേടിച്ചു കൊടുത്തില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? മനസ്സരവുണ്ട്. അതേപോലെ ദൈവത്തോട് നമ്മൾ ചിലത് പറഞ്ഞ് കിട്ടിയാൽ കർത്താവിന് എപ്പോഴും നമ്മളോട് സ്നേഹമാണ് തോന്നുന്നത്. ഞാൻ തീരുമാനമെടുത്തു, ഞാൻ പാലക്കാടൊന്നും ഇല്ല, എന്റെ വിഷയം മാറാതെ ഞാൻ പാലക്കാട് ഞാൻ കുറെ വർഷങ്ങൾ കൊണ്ട് വാർച്ചുകൊണ്ടിരിക്കുക, ചില മാസം കൊണ്ട് വാർച്ചുകൊണ്ടിരിക്കുക. ദൈവം എനിക്ക് ആദ്യം ഇതിനകത്തൊരു പരിഹാരം ഇല്ല. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി, കർത്താവ് പറഞ്ഞപ്പോഴേ ഇറങ്ങി. പക്ഷെ എനിക്ക് കർത്താവ് പറഞ്ഞപ്പോഴെല്ലാം ഇറങ്ങി, പക്ഷെ എനിക്ക് ഈ പ്രശ്നം മാറ്റില്ല. ഞാനങ്ങനെ സ്തോത്രം അന്ന് വൈകിട്ട് ഇതെല്ലാം തീരുമാനമെല്ലാം എടുത്ത് പാർച്ചിട്ട് എന്റെ ആത്മീയ ഗുരുവിന്റെ അടുത്ത് എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു, എന്തുവായി തീരുമാനം, എന്തുവായി പോകുന്ന കാര്യം, എന്തുവായി? ഞാനിപ്പോഴേ പോകുന്നില്ല, എനിക്ക് ചില വിഷയമുണ്ട്, അതൊന്ന് മാറി കിട്ടിയിട്ട്. പുള്ളിക്കാരൻ എന്റെ അടുത്ത് എടുത്തു പോയപ്പോ ഒരു കാലത്തിന് രക്ഷപ്പെടുത്തി. സ്തോത്രം. പുള്ളിക്കാരൻ പറഞ്ഞ, ആദ്യം ദൈവം പറഞ്ഞത് നീ ചെയ്യേ. ദൈവം അതിനോട് പറഞ്ഞ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇന്നടുത്ത് പോവാൻ ദൈവം അതുകൊണ്ട് പറഞ്ഞത്, ആലോചന പറഞ്ഞിരിക്കുന്നത്. ആദ്യം നീ അത് ചെയ്യേ, ചെയ്തിട്ട് നീ നിന്നു കൊടുത്താൽ മതി, നിന്റെ ബാക്കിയുള്ള പ്രശ്നം ദൈവം മാറ്റും. സ്തോത്രം. ഞാൻ ആ ഒറ്റ വാക്കിനകത്ത് അന്ന് മുതൽ ഇന്ന് വരെ ആ ഒറ്റ വാക്കിൽ ഓടുന്നത്. കാര്യം എന്തുവാ? ആദ്യം ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക. ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്താൽ മാത്രമേ ആരനുഗ്രഹിക്കത്തുള്ളൂ? ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. നമ്മളെല്ലാവരും സ്തോത്രം അതിനൊരു സാക്ഷിയല്ലേ ഈ ദിവസങ്ങളിൽ. എന്തൊക്കെ പ്രതികൂലം വന്നു, വീഴുമെന്ന് പറഞ്ഞു, തകരുമെന്ന് പറഞ്ഞു, നാളത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഒരു അന്തവും ഇല്ല. പക്ഷെ നമ്മൾ ധൈര്യമായിട്ട് പോകും. കാര്യം എന്തുവാ? ദൈവത്തിന്റെ കൃപ കൊണ്ടാ, ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാ, ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉള്ളത് കൊണ്ടാ. ഇന്ന് പ്രിയ ദൈവമക്കളെ, ആ വിളിയും തെരഞ്ഞെടുപ്പും എന്നെ നിങ്ങളെ മേൽ കിടക്കുന്ന കാലത്തോളം ദൈവം പറയുന്നത് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ആര് തരും? ദൈവം തരും. സ്തോത്രം. കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞ് ഇറങ്ങി തിരി. അബ്രഹാം പിതാവ് ഉടനെ കുറെ സ്വത്തുക്കളും കൊണ്ടാണ് പോയത്. അബ്രഹാം പിതാവ് ഇറങ്ങി തിരിച്ചു. അബ്രഹാം പിതാവിനോട് പറഞ്ഞു, നീ നോക്കുന്നത് മുഴുവനും നിന്റെ തലമുറയ്ക്ക് ഞാൻ തരും, നിന്റെ കണ്ണെത്തുന്ന ആ ദേശം മുഴുവനും ഞാൻ തരും. അപ്പോഴും അബ്രഹാം പിതാവ് ഒരിക്കലും പറഞ്ഞില്ല എന്താ ദേശം തരാത്തത്. ആദ്യമേ മുതലേ കർത്താവ് പറയുന്നുണ്ടല്ലോ, 75 വയസ്സ് മുതൽ പറയുന്നുണ്ട് തലമുറ തരുമെന്ന് പറയുന്നുണ്ട്, തലമുറയ്ക്ക് ദേശം തരുമെന്നുണ്ട്. പക്ഷെ കാലങ്ങൾ കഴിയുന്നുണ്ട്, പക്ഷെ ഇതുവരെ തലമുറയും വന്നില്ല, ദേശങ്ങളും കിട്ടിയില്ല. അബ്രഹാം പിതാവ് പരാതി പറഞ്ഞു. അബ്രഹാം പിതാവ് കൂടാരം മാറ്റി അടിച്ചു. അതിന്റെ തന്നെ അർത്ഥം എന്തുവാ? അബ്രഹാം പിതാവിന് ഒരു സ്ഥലത്ത് തന്നെ വസിക്കുന്നത് ഇഷ്ടമല്ല, അടുത്തടുത്ത് മാറി പോവുക. ആരുടെ വാക്ക് കേട്ട്? കർത്താവിന്റെ വാക്ക് കേട്ട്. കാര്യം എന്തുവാ? എത്രയും അവന്റെ സ്വന്തം മിത്രാദികളുടെ മധ്യയിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എത്രയും അകലെ പോയിക്കൊണ്ടിരിക്കുക. കാര്യം എന്തുവാ? ദൈവം പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെ ബന്ധുമിത്രാദികളെ വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് പോകും. കർത്താവ് ദേശം പറഞ്ഞില്ല. ഓരോ ദേശത്ത് ചെല്ലുമ്പോഴും അവിടെ കുറച്ചുനാൾ വസിച്ചിട്ട് ഇതാണോ? കർത്താവ് പറഞ്ഞ അടുത്ത് വെള്ളപ്പാട് കൊടുക്കും, അടുത്തെടുത്തോട്ട് പോകും. അപ്പോഴും കർത്താവ് പറയും, ഈ വസിച്ച ദേശത്ത് നിന്റെ തലമുറ അവകാശമാക്കും. സ്തോത്രം. അപ്പൊ ദൈവത്തെ കണ്ടിറങ്ങിയ ഒരു ദൈവ പൈതൽ ലജ്ജിപ്പിക്കാൻ ആരും സമ്മതിക്കത്തില്ല, കർത്താവ് സമ്മതിക്കത്തില്ല. പ്രിയ മക്കളെ, ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട ഈ കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ ശബ്ദത്തിന്റെ പിന്നാലെ ഇറങ്ങിയത് കൊണ്ടാ ഈ കഷ്ടവും ഈ ശോധനകളും അല്ലെങ്കിൽ ഈ നിന്ദയും ഈ പരിഹാസവും അല്ലെങ്കിൽ ഈ അപമാനവും അല്ലെങ്കിൽ ഈ പട്ടിണിയുടെ അവസ്ഥ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റുവാനും ആർക്ക് കഴിയും? എന്റെ ദൈവത്തിന് കഴിയും. ഞാൻ എന്തിനാ നഷ്ടമാക്കിയേ? ആർക്ക് വേണ്ടിയാ? എന്റെ ദൈവത്തിന് വേണ്ടിയാണ്. ചില ലാഭങ്ങളെ നഷ്ടമാക്കിയെങ്കിൽ, ചില ബന്ധങ്ങളെ മാറ്റി നിർത്തുന്നുവെങ്കിൽ, ചില സ്വന്തങ്ങളെ മാറ്റി നിർത്തുന്നുവെങ്കിൽ, ചില നന്മകളെ മാറ്റി നിർത്തുന്നുവെങ്കിൽ ആർക്ക് വേണ്ടിയാ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ? അത് ദൈവത്തെ കണ്ടാ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ദൈവത്തിന് വേണ്ടി അതെല്ലാം ചെയ്യുന്നെങ്കിൽ ദൈവം നിശ്ചയമായി പറയുക, നിന്നെ നിന്റെ കുടുംബത്തെ ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. ദൈവം കരുതും. സ്തോത്രം. ഇന്ന് പകൽ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂതാ ഞാൻ പറയുന്നത്. ദൈവം പറയുന്നത് നിശ്ചയമായ ഒരു വിടുതലുണ്ട്. അതിനാളൊന്നുമില്ല. പ്രാർത്ഥിച്ചു. 2021 കയറിയപ്പോ ന്യൂ ഇയർ സർവീസ് മുതൽ ഞാൻ പ്രാർത്ഥിച്ച വിഷയം, എന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങൾ, എന്റെ മേൽ പകർന്നിരിക്കുന്ന വാഗ്ദത്ത ദൂതുകൾ എന്റെ ജീവിതത്തിനകത്ത് നിവർത്തിയാവാൻ പോവുക. കാര്യം എന്തുവാ? 2021 തീരാറാവുക. ഈ വർഷം കിട്ടുന്നത് ഈ വർഷം എനിക്ക് ലഭിച്ചിരിക്കും, ഞാനും എന്റെ കുടുംബം പ്രാപിച്ചിരിക്കും എന്ന് പ്രാർത്ഥനയോട് നീ ദൈവത്തോട് യാചിക്കുന്നുവെങ്കിൽ, വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തോട് യാചിക്കുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവം പറയുക, നിശ്ചയമായി ദൈവം നിന്നെ എന്ത് ചെയ്യും? അനുഗ്രഹിച്ചിരിക്കും. അതിന്
ഒരു മാറ്റവുമില്ല. സ്തോത്രം. ഇന്ന് പകല് ചിലത് സംതിങ് സ്പെഷ്യലായിട്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കരങ്ങളിലേക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റെടുത്തു. സ്തോത്രമല്ല, ഇന്ന് എന്റെ കുടുംബത്തിനകത്ത് ചില വിടുതൽ വെളിപ്പെടാൻ പോവാ. സ്തോത്രം. ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ചില ബാധ എന്നെ പിടിച്ചിട്ടുണ്ടോ, ചില ആപചാരത്തിന്റെ കെട്ടിലാണോ എന്റെ കുടുംബം ഇരിക്കുന്നത്. ഇന്ന് പ്രിയ ദൈവത്തിലെ നീ ഓർത്തോ, ആപചാരത്തെ തകർക്കുന്നവനായ യേശുവിന്റെ കാലം. ആ യേശു എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, നിന്റെ ഭാവികാലത്തിൽ നിനക്കുള്ളതിനെ ഭരിക്കുന്നുവെങ്കിൽ, ആ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ഭരിക്കുന്നെങ്കിൽ ഒരാപചാരം തന്നെ തുടങ്ങില്ല. ഒരന്ധകാര ശക്തികൾക്ക്, ഒരാപചാരത്തിന്, ഒരു ഭാവികാലത്തോട് ഒരു പൈശാചിക ശക്തികൾക്ക് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. കാര്യം എന്തോ, നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൂതനെ തിരിച്ചറിയുന്നുവെങ്കിൽ, ആ വാർത്തത്തെ തിരിച്ചറിയുന്നെങ്കിൽ, ദേശത്ത് എന്തോ സംഭവിക്കട്ടെ, എന്റെ കുടുംബത്തിൽ എന്തോ സംഭവിക്കട്ടെ, പക്ഷെ ദൈവം അറിയാൻ സംഭവിക്കത്തില്ല. കാര്യം എന്റെ ദൈവം എന്നെ വിളിച്ചത് വെറും കൈയോട് പോകാനല്ല, വെറും കൈയുടെ അവസ്ഥയിലാണ് എന്റെ ദൈവം എന്നെ വിളിച്ചത്. എനിക്ക് ചിലതെല്ലാം തരാനാ, അതെല്ലാം ഞാൻ പ്രാപിച്ചിരിക്കും. ഇന്ന് പകരം പ്രാപിക്കാൻ നീ തയ്യാറെങ്കിൽ സ്വർഗത്തിലെ ദൈവം ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായ ചില അനുഗ്രഹങ്ങൾ ഇന്ന് പകരം നിന്റെ മേൽ പകരുക. അതിനെതിരെ നിൽക്കുന്ന ചില ശത്രുത മുഖങ്ങൾ യേശു തകർത്തുവാൻ. ദൈവത്താൽ അസാധ്യമായ കാര്യമുണ്ട്. പാട്. സ്തോത്രം. ആമേൻ. ദൈവത്താൽ ഇല്ലല്ലോ, യഹോവേ കഴിയാത്ത കാര്യമില്ലല്ലോ. സാധ്യമായ ഒന്നുമില്ലല്ലോ, യഹോവേ കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ സാധ്യമായ ഒന്നുമില്ലല്ലോ, യഹോവേ കഴിയാത്ത കാര്യമില്ലല്ലോ. സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താലുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം വായിക്കാം. സ്തോത്രം. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. ഈ വാക്യങ്ങൾ നമ്മളോട് വായിച്ചിട്ടുള്ളതാണ്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സ്തോത്രം. ആ ദൂത് പലപ്പോഴും അമികാല സ്തോത്രം ഇന്ന് പകല് അമികാലിയ നമ്മളെ മേൽ വെളിപ്പെട്ടേ മതിയാവുള്ളൂ. കേട്ടാൽ പോരാ, അനുഭവിച്ചേ മതിയാവുള്ളൂ. ആ ദൈവ സാന്നിധ്യം ഒന്ന് വെളിപ്പെടട്ടെ. സ്തോത്രം. ആ വാക്യം വായിക്കാം. സ്തോത്രം. കണ്ടോ? അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക് നടത്തി. അപ്പൊ എങ്ങനെയാ അതിന് നടത്തുന്നതിന് മുമ്പേ, പരീക്ഷ നടത്തുന്നതിന് മുമ്പേ ഒരു കാര്യമുണ്ട്. എന്തുവാ? കർത്താവ് യേശുവിനെ, ആമേൻ, ഈ പരീക്ഷയിലേക്ക് പിശാച് നമ്മളെ യേശുവിലേക്ക് വരുന്ന മുമ്പേ യേശുവിലേക്ക് ഒരു ഇതുണ്ട്, ദൈവത്തിന്റെ ഒരു കൃപയുണ്ട്. എന്തുവാ? 40 രാവും 40 പകലും ആര് ഉപവാസത്തിരിക്കുക? യേശു ഉപവാസത്തിരിക്കുക. ആരുമായിട്ടുള്ള ബന്ധം കൂട്ടുക? യഹോവയ ദൈവമായിട്ടുള്ള, പിതാവുമായിട്ടുള്ള ബന്ധം കൂട്ടുമ്പോഴാണ് ആര് വരുന്നത്?
പിശാച് പരീക്ഷിക്കുവാൻ വരുന്നത്. ഇന്ന് പ്രിയ ദൈവമക്കളെ, ദൈവജനത്തിന് പരീക്ഷയുണ്ട്. ദൈവജനത്തിന് എന്നുണ്ട്? പരീക്ഷയുണ്ട്. പക്ഷെ പരീക്ഷയെ തകർത്ത് കളയുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ആരാധിക്കുന്നത്. പരീക്ഷയെ ജയിക്കുവാൻ കൃപ നൽകുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഇന്ന് ഈ ഒറ്റ ദൂതം മതി ദൈവമക്കളെ നമുക്ക് ജയം പ്രാപിക്കാൻ. എന്തുവാ? എന്നെ എന്റെ കർത്താവ് വിളിച്ചിരിക്കുന്നത്, എന്നെ എന്റെ കുടുംബത്തെ കർത്താവ് വിളിച്ചിരിക്കുന്നത് പരീക്ഷയെ തോക്കുവാനല്ല, പ്രതികൂലത്തിന് വേണ്ടി കൈകെട്ടി നിൽക്കുവാനല്ല, പ്രതിസന്ധിയുടെ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അങ്ങ് ഓർത്ത് ഭയപ്പെടുവാനല്ല. എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ജയിക്കുവാനാണ്. ഇന്ന് പകരം ഒന്ന് പ്രിയ മക്കളെ ഉള്ളത്തിനകത്ത് പറ, എന്റെ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവനാമത്തിൽ ജയിക്കുവാൻ. എന്നെ എന്റെ കുടുംബത്തെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദേശത്തുനിന്ന് എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? എന്റെ ചർച്ചക്കാർ ബന്ധുക്കളിൽ നിന്നും, ബന്ധുമിത്രാദികളിൽ നിന്നും, അല്ലെങ്കിൽ അയൽവാസികളിൽ നിന്നും, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നും എല്ലാം എന്നെ വേർതിരിച്ച് എന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ വേർവിട്ട് ജീവിക്കുന്നതിന്റെ കാര്യം എന്തുവാ? എന്റെ യേശു എന്നെ വിളിച്ചിരിക്കുന്നത് തോൽക്കുവാനല്ല, ജയിക്കുവാനാണ്. അപ്പൊ പരീക്ഷയുണ്ട്. കർത്താവ് യേശു വെച്ച് മുമ്പേ പറയുക, പരീക്ഷിക്കപ്പെടുവാൻ. കർത്താവിന് എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക്, കർത്താവിന്റെ മരുഭൂമിയിലേക്ക് എന്ത് ചെയ്തു? കർത്താവ് സ്തോത്രം എല്ലാവരെയും നിന്ന് വേർവിട്ട് മരുഭൂമിയിലേക്ക് നടന്നു പോവാൻ ചിന്തിച്ചു. അവിടെ ആര് വരാനാ? എന്തിനാ പോയേക്കുന്നത് മരുഭൂമിയിലേക്ക്? എന്തിനാ പോയേക്കുന്നത്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. സ്തോത്രം, പരീക്ഷിക്കപ്പെടുവാൻ. പക്ഷെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ കർത്താവ് പോകുമ്പോൾ കർത്താവ് എന്ത് ചെയ്തു? 40 രാവും 40 പകലും എന്ത് ചെയ്തു? ഉപവസിച്ചു. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറയുന്ന ദൂതിലേക്കായിരുന്നു വരുന്നത്. എന്തുവാ? സ്തോത്രം, പ്രതികൂലം പ്രയാസവും കുടുംബത്തിനകത്ത് വരുമ്പോൾ ഓർത്തോണം, എന്റെ വിടുതലിന്റെ സമയമായി. അല്ലാതെ ആ പ്രതികൂലവും പ്രയാസവും സങ്കടങ്ങളും വീട്ടിൽ വരുമ്പോൾ അതിനെതിരെ നിന്ന് പുറുപുറുക്കുമല്ല. എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് വന്നു? എന്നെ എന്തു കർത്താവ് എന്നീ കൈവിട്ടോ? അല്ലെങ്കിൽ സ്തോത്രം, ദൈവം കർത്താവിന്റെ ശബ്ദമൊന്നും ഇപ്പോഴില്ലയോ? ദൈവത്തിന് ഇതിനകത്ത് ജയിക്കുവാൻ, ഈ പ്രതികൂലത്തിന് മേലിൽ ദൈവത്തെ മുറുകി പിടിച്ചാൽ എനിക്ക് ജയിക്കാൻ പറ്റത്തില്ലയോ? ദൈവത്തിന് ജയിപ്പിക്കാൻ പറ്റത്തില്ലയോ എന്നുള്ള പുറുപുറുപ്പ്. ആമേൻ, സ്തോത്രം, എന്നുള്ള ചില ചിന്തകൾ നിന്റെ ഉള്ളിൽ വരുമ്പോഴേ നീ ഓർത്തോണം, ഈ ചിന്തകളുടെ പിന്നാലെ പോവാൻ അല്ല ഞാൻ ജീവിക്കേണ്ടത്. എനിക്ക് ജയം നൽകുന്ന ഒരു കർത്താവുണ്ട്. കാര്യം എന്തുവാ? എന്റെ കർത്താവ് 2021 ഫസ്റ്റ് മുതൽ ചില ദൂത് എന്റെ കുടുംബത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2021 എന്റെ കുടുംബത്തിനകത്ത് പ്രതികൂലവും പ്രതിസന്ധികളും അപമാനവും നിന്നേ പരിഹാസമായിട്ട് ഞാൻ നിൽക്കത്തില്ല. കാര്യം എന്തുവാ? 2021 സ്തോത്രം, വളരെ പുതുമാസത്തിലേക്ക്, പുതു ദിവസത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്റെ ദൈവം എന്നോട് പറഞ്ഞു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കുക. നിന്നെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ വർഷം നിനക്ക് അനുഗ്രഹമായി തീരും. ഈ 2021 ഒരു അനുഗ്രഹമായി തീരും എന്ന് സ്വന്തമായ ദൈവം എനിക്ക് വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ശക്തിക്കും ഒരു പ്രതികൂലത്തിനും ഒരു പ്രതിസന്ധികൾക്കും ഈ 2021 എന്റെ കുടുംബത്തെ തൊടാൻ കഴിയത്തില്ല. കാര്യം എന്റെ ദൈവം എന്നെ തകർക്കുവാനല്ല വിളിച്ചിരിക്കുന്നത്, തകർച്ചയെ എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഉയർത്തുവാനാണ്. അപ്പൊ പ്രതികൂലം വന്ന്, പ്രയാസം വന്ന്, നിങ്ങളോർക്ക് 2021 ഞാൻ ഉറപ്പിച്ചു വിളിച്ച് പറയുക, ദൈവജനത്തിന് അനുഗ്രഹപ്പെട്ട വർഷമാണ് 2021. സ്തോത്രം, ദൈവത്തിന്റെ മഹത്വത്തെ ഏറ്റവും കൂടുതലായിട്ട് രാജ്യങ്ങൾ മുഴുവനും മുട്ടുകുത്തുന്നത് കണ്ട വർഷമാണ് 2021. ഇല്ലയോ? ഞങ്ങളെ കണ്ടുപിടുത്തം, ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ എല്ലാ രാജ്യവും മുട്ടുകുത്തിയ വർഷമാണ് 2021. ആണോ? 2020 2021 മുട്ടുകുത്തിയ വർഷമാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം, അല്ല നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമാ നിവർത്തിയാവുന്നതിന് മനസ്സിലാക്കി ദൈവജനത്തിന് മനസ്സിലാക്കി കൊടുത്ത വർഷമാണ് 2020 2021. അതിന്റെ മധ്യയിലും ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാലും സ്തോത്രം, ഫറവോന്റെ അടുത്തേക്ക് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഫറവോന്റെ അടുത്തേക്ക് 10 ബാധ അഴിച്ചു. പക്ഷേ 10 ബാധ ഫറവോൻ വസിക്കുന്ന, ഫറവോന്റെ രാജ്യം വസിക്കുന്ന രാജ്യത്തിലുള്ള വ്യക്തികൾ വസിക്കുന്നിടത്ത് തന്നെ അവരുടെ ആ ഫറവോന്റെ കീഴിൽ തന്നെ നിൽക്കുന്ന വ്യക്തികളായിരുന്നു ആര്? ഇസ്രായേൽ ജനം. ആണോ? സ്തോത്രം, ഇസ്രായേൽ ജനം. അല്ലാതെ ഫറവോന്റെ ജനത്തെ മാറ്റി നിർത്തിയിട്ടല്ല ബാധ അയച്ചത്.
പക്ഷേ ഇസ്രായേൽ ജനത്തിന് ആ ബാധയൊന്നും ഏറ്റില്ല. കാര്യം എന്തുവാ? അവര് കിടക്കുന്ന ആരുടെ കൂടെ? അവര് വസിക്കുന്ന ആരുടെ കൂടെ? അവര് വസിക്കുന്നതും അവര് കിടക്കുന്നതും എല്ലാവരുടെ കൂടെ, ഫറവോന്റെ കൂടെ, ഫറവോന്റെ ജനത്തിന്റെ കൂടെ. പക്ഷേ ആ ജനത്തിന് വന്ന ബാധ, ആ ജനം അനുഭവിക്കുന്ന കഷ്ടം, ആ ജനം അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ആ ജനം അനുഭവിക്കുന്ന ഭയം ആർക്കില്ല? ഇസ്രായേൽ ജനത്തിനില്ല. ഈ 2020 മുതൽ 2021 ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആണോ? ആണോ? സ്തോത്രം. സഭ കൂട്ടി ദൈവജനത്തിന് വല്ല കുലുക്കം ഉണ്ടായോ? വിശ്വാസത്തിനകത്ത് കോട്ടം വരുന്ന പല കാര്യങ്ങളും വന്ന് വിശ്വാസത്തിന് മാറിപ്പോയോ? സ്തോത്രം. കുറെ കപടം കാണിച്ചവർക്ക് ഭയമുണ്ടായി. കപടം കാണിക്കാത്ത ആർക്കും ഭയമില്ല. ഉണ്ടോ? വല്ല നഷ്ടമായോ? നമുക്ക് എന്തെങ്കിലും നഷ്ടമായോ? പലർക്കും പലതും നഷ്ടമായി പോയി. നമുക്ക് നഷ്ടമായോ? ആയോ? സ്തോത്രം പറ. എനിക്ക് തോന്നുന്നു സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി വന്ന് ഈ പ്രതികൂലത്തിന്റെ മധ്യയിലാണ് നന്മ വന്നത്, അല്ലയോ? അനുഗ്രഹം വന്നത്. അതുപോലെ നമ്മളെ ദൈവമക്കള് ഗൾഫിൽ പോകാത്തവരെല്ലാം അപ്പഴാ പോയത്. സ്തോത്രം. ഒരിക്കലും പോകാൻ പറ്റാത്ത എല്ലാവരും പോകാൻ അവിടെ നിന്ന് തകർന്ന് ഇങ്ങോട്ട് വരുമ്പോഴാ അങ്ങോട്ട് കയറി പോയത്, ഇല്ലയോ? ഇനി പോവാൻ പോകുന്നത് പ്രതികൂലത്തിന് മതിയല്ലയോ? പ്രതികൂലം ഉണ്ടാവുന്നതിന് മുമ്പേ സ്തോത്രം, ചില വർഷങ്ങൾക്ക് മുമ്പേ കയറി പോകാൻ വേണ്ടിയായിരുന്നു ജയശ്രീ സിസ്റ്റർ അല്ലേ ഇരുന്നേ? ആണോ? ഒരിക്കലും പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴാ, നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴാ, ഒരു ദിവസം എന്നെ വിളിച്ചു പറയാ, ഇനി ഇത് നടക്കത്തില്ല, ഇതെല്ലാം കളിപ്പീരാന്ന് പറഞ്ഞപ്പോഴാ പിറ്റേ ആഴ്ച വഴി തുറന്ന് വിസ വന്ന് പോയത്. സ്തോത്രം. ആണോ? അതേപോലെ ലീവിന് വന്ന മഞ്ജുസ് പോത്തില്ലെന്ന് പറഞ്ഞപ്പോഴാ, നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴാ ഞെട്ടിക്കുന്ന അത്ഭുതം ഉണ്ടായി, അല്ലയോ? പ്രതികൂലം വന്നപ്പോഴാ ജോലി ഇല്ലായിരുന്ന ചിന്നുവിന് ജോലി കിട്ടിയത്, അല്ലയോ? ഓരോരുത്തരുടെ കാര്യം ഞാൻ പറയുന്നത്, ഓരോരുത്തരെ ദൈവമക്കളെ ഞാൻ വിട്ടുപോയിട്ട് ക്ഷമിക്കും. ഓരോരുത്തരുടെ കാര്യം അത്ഭുതങ്ങളാ പറയുന്നത്, ഇല്ലേ? പതിനേഴനും ആന്റി ഗീനീസിനും അവരുടെ വില എന്തുവന്ന് വെളിപ്പെടുത്തി കൊടുത്തതാ കോവിഡ് സമയത്ത്. ആണോ? നഷ്ടമായെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയ സ്ഥാനം അവരുടെ വിലയോട് അവരെ തിരിച്ചു കൊണ്ടുവന്നതാണ്. ആണോ? ഇതെല്ലാം എപ്പോഴാ സംഭവിച്ചേ? കോവിഡ് മൂർച്ചന്നരിക്കുമ്പോൾ ഇതിന് എന്തുവാ മറുപടി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിരുന്നപ്പോഴാണ്. ഇപ്പോഴാണെങ്കിൽ കോവിഡിനെ പേടിയില്ലെന്ന് പറയാം. അന്ന് കോവിഡിനെ പേടിയായിരുന്നു, ഭയപ്പെടുന്ന സമയത്ത്. സ്തോത്രം. നമ്മൾ തളർന്നു പോയോ? ഓർക്കുമയ്യ മക്കളെ, ദൈവജനത്തെ തൊടാൻ ശത്രു കൊടുത്തില്ല. പക്ഷെ ഈ പ്രതികൂലത്തിന് മധ്യയിൽ ആര് നിൽക്കുന്നേ? നമ്മൾ നിൽക്കുന്നത് ഈ പ്രതികൂലമാ കാണുന്നത് കേൾക്കുന്നതുമല്ല. പക്ഷെ പ്രതികൂലത്തിന്റെ മധ്യയിലും ദൈവത്തിന്റെ ഒരു കോട്ടയ്ക്കകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ എന്റെ പാവനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കൂടാരത്തിലായിരിക്കുന്നത്. പുറത്തിരുന്നെല്ലാം കാണാം, പക്ഷെ ഇതിലോട്ട് വരത്തില്ല. ഒരു ഗ്ലാസ് ഇരിക്കുക. അതേപോലെ ഒരു കൂടാരത്തിനകത്ത് ആരിരിക്കുന്നേ? നമ്മൾ വസിക്കും. ഇനിയും നമ്മൾ നന്മ അനുഭവിക്കും, ഇനിയും വിടുതൽ നമ്മൾ അനുഭവിക്കും. നമുക്ക് വേണ്ടി ചില വാതിൽ തുറക്കും. ആര് തുറന്നു വെച്ചിട്ടുണ്ട്? കർത്താവ് ദൂത് വെച്ചിട്ടുണ്ട്. 2021 ദൈവം നമ്മളെ നിരാശയാക്കി കളയുന്ന വർഷമല്ല. 2021 നമുക്ക് നേട്ടത്തിന്റെ വർഷമായിരിക്കും. 2021 ഒരു അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും. 2021 ഒരു വിടുതലിന്റെ വർഷമായിരിക്കും. 2021 ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന വർഷമായിരിക്കും. 2021 ഒരു ബ്ലെസ്സിംഗിലേക്ക് ദൈവം കൊണ്ടുപോകുന്ന വർഷമായിരിക്കും. സ്തോത്രം. സഭയ്ക്കകത്ത് ആത്മാർത്ഥമായ ദൈവത്തിന്റെ വചനത്തെ കീഴ്പ്പെട്ട്, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തിന്റെ വചനപ്രകാരം നിൽക്കുന്ന എത്ര പേരുണ്ടെന്ന് വെളിപ്പെടുത്തി തന്ന വർഷമാണ് 2021. സ്തോത്രം.
2021 അപ്പോഴെന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്. ഈ സഭയെ പറഞ്ഞ ദൈവത്തിന്റെ ദൂത്, ഈ സഭയോട് ദൈവം പറഞ്ഞ ദൈവത്തിന്റെ ദൂത് ഒരിക്കലും മാറത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അവകാല ആകാശം മാറാം, ഭൂമി മാറാം, ഇവിടെ പല സംഭവങ്ങളും ഉണ്ടാവാം, പക്ഷെ ദൈവത്തിന്റെ വചനം മാറത്തില്ല. എങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ദൂത ഈ സഭയ്ക്കകത്ത് 2021 ആരംഭം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ഈ 2021 തീരുന്നോമ്പേ നമ്മൾ നമ്മുടെ കുടുംബം അത് അനുഭവിച്ചിരിക്കും, നമ്മൾ സഭയായി അനുഭവിച്ചിരിക്കും, സഹോദരങ്ങളായി അനുഭവിച്ചിരിക്കും, നമ്മുടെ കൂടപ്പുറപ്പുകൾ ഓരോരുത്തരും അനുഭവിച്ചിരിക്കും, ദൈവസഭയെ അനുഗ്രഹിച്ചിരിക്കും. അതിനകത്ത് ഒരു ശത്രുവിനും ദൃഷ്ടി വെക്കുവാൻ കഴിയത്തില്ല. നേരത്തെ നമ്മൾ പാടിയതുപോലെ ആ പാട്ടിന്റെ ആദ്യത്തെ വരി പറഞ്ഞതുപോലെ ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. യഹോവയെ കഴിയാത്ത കാര്യമുണ്ടോ? യഹോവയെ കഴിയാത്ത കാര്യമുണ്ടോ? ഇന്ന് പ്രിയ ദൈവത്തിലെ ഭവനത്തിനകത്ത് എന്തെങ്കിലും എന്തെങ്കിലും പരിഹാസങ്ങളും അപമാനങ്ങളും നീ അനുഭവിക്കുന്നുവെങ്കിൽ, നാളത്തെ കുറിച്ച് നീ എന്തെങ്കിലും ഭയപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകല് പറ, ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല, യഹോവയെ കഴിയാത്ത കാര്യമില്ല. എന്റെ കുടുംബത്തിനകത്ത് മറുപടി നൽകുവാൻ ദൈവം ശക്തനാണ്. ഞാൻ 2021 ഞാൻ വീട് വരെ മാറി. എനിക്ക് എന്നെ ഒന്ന് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് ഞാൻ മാറിയത് 2021 ഈ പ്രതികൂലത്തിന്റെ മധ്യേ അല്ലേ? സ്തോത്രം. ഒരാൾ പേടിക്കുന്ന സമയത്താണ് നന്മകളുടെ സന്തോഷം അനുഭവിച്ചത്. കർത്താവിന്റെ വചനം പറയുന്നു, പരീക്ഷിക്കപ്പെടുവാൻ. അപ്പൊ പ്രിയ ദൈവമക്കളെ, ദൈവമക്കൾക്കെല്ലാം പരീക്ഷിക്കപ്പെടുവാൻ, പരീക്ഷിക്കപ്പെട്ടാലേ ദൈവത്തിന്റെ പ്രതികൂലം, പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ അനുഭവിച്ചാലേ ദൈവത്തിന്റെ വിടുതലും അത്ഭുതത്തെ കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലയോ? നമുക്ക് പ്രതികൂലം തരുന്നത് ഓരോ അത്ഭുതത്തെ വർണ്ണിക്കുവാൻ, ഓരോ ദൈവ മഹത്വത്തെ വർണ്ണിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കാൻ. ഈ പ്രതികൂലം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തെ അനുഭവിക്കാൻ കഴിയത്തില്ല. ഞാനൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല. അത് കുറച്ച് അതിനകത്ത് ബുദ്ധിമുട്ടിയാലേ അത് നടന്നാൽ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ അതിന് വില കൊടുക്കത്തുള്ളൂ, ഇല്ലയോ? അല്ല, നമ്മൾ വില കൊടുക്കൂ? സ്തോത്രം. ബുദ്ധിമുട്ടുണ്ടാവണം, പ്രയാസങ്ങൾ ഉണ്ടാവണം, കഷ്ടങ്ങൾ ഉണ്ടാവണം, എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിന് വില കൊടുക്കും. കർത്താവ് പറയുക, കർത്താവ് യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവിന്റെ മനസ്സ് എങ്ങോട്ട് പോകാൻ തോന്നി? മരുഭൂമിയിലേക്ക് പോകാൻ തുടങ്ങി. മരുഭൂമി എന്ന് പറയുന്നത് എന്തുവാ? വെറും ശൂന്യമായ സ്ഥലത്തേക്ക്. അവിടെ കർത്താവ് യേശു 40 രാവും 40 പകലും എന്ത് ചെയ്തു? ഉപവാസമായിരുന്നു. സ്തോത്രം. ഉപവാസമായിരുന്നു. ദൈവത്തോട് എന്ത് ചെയ്തു? അടുത്തിരുന്നു. ശൂന്യാവസ്ഥയിൽ ആരോട് അടുത്തിരിക്കണം? ദൈവത്തോട് അടുത്തിരിക്കണം. നമുക്ക് ചില ശൂന്യാവസ്ഥ കാണാം, ചില പ്രതിസന്ധികൾ കാണാം, പ്രതികൂലങ്ങൾ കാണാം. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒന്നും കാണത്തില്ല, ഒരാശ്രയം കാണത്തില്ല. പക്ഷെ അവിടെ നമ്മൾ ആരോട് അടുത്തിരിക്കുന്നാൽ മതി? ദൈവത്തോട് ചേർന്നിരുന്നാൽ മതി. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതികൂലവും എല്ലാം കടന്നു വരും. ശൂന്യാവസ്ഥയിൽ ചില പ്രതികൂലങ്ങൾ കടന്നു വരും. പക്ഷെ ആ പ്രതികൂലത്തിന് നമ്മളെ എന്ത് ചെയ്യാൻ പറ്റില്ല? തൊടുവാൻ ആരനുവദിക്കത്തില്ല? കർത്താവ് അനുവദിക്കത്തില്ല. അത് വിശ്വസിക്കുന്ന ദൈവജനത്തിന്, അത് ഏറ്റെടുക്കുന്ന ദൈവജനത്തിന് ദൈവത്തിന്റെ വിടുതലുകളും മഹത്വവും അനുഗ്രഹം ചെയ്യാൻ പറ്റും, പ്രാപിക്കുവാൻ കഴിയും. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. കണ്ടോ? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോട് യേശു 40 രാവും പകലും ഇരുന്നപ്പോൾ കർത്താവിന് എന്തില്ല? വിശന്നില്ല. കർത്താവ് എന്ത് ചെയ്തു? ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ടിരുന്നു. 40 ദിവസമായപ്പോഴാണ് കർത്താവിന് എന്ത് ചെയ്തത്? വിശപ്പ് ഉണ്ടായ എന്ന് പറഞ്ഞ് വിശപ്പിന്റെ ഫ്രണ്ടിൽ യേശു കീഴ്പ്പെട്ടില്ല. വിശപ്പിന്റെ ഫ്രണ്ടിൽ യേശു ജയിച്ച കാണിച്ചത്. ഇന്ന് അതേപോലെ പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പനകൾ കേൾക്കുമ്പോൾ, ദൈവം പറയുന്നത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് പ്രതികൂലം വരുന്നത്. ആ പ്രതികൂലത്തിന്റെ വേണ്ടി നമ്മൾ കീഴ്പ്പെടുവാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, അതിനെ ജയിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. ചിലർ പറയത്തില്ലയോ, പക്ഷെ ഞാൻ ഉപവാസവും പ്രാർത്ഥനയും കൂടിയപ്പോഴാ എന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന ഒന്നും നടക്കായിരുന്നു, സ്വന്തം അങ്ങോട്ട് വന്ന് പ്രാർത്ഥിച്ചപ്പോഴാ എന്തിളകിയത്.
പാസ് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇതുവരെ ഇല്ലാത്ത ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. കാര്യം എന്തോ, ദൈവാത്മാവ് വെളിപ്പെട്ടാൽ അവിടെ എന്തിരിക്കാൻ പറ്റത്തില്ല, പിശാചിനിരിക്കാൻ പറ്റത്തില്ല. പിശാചൊന്ന് ഇളകി കാണിക്കുമ്പോൾ ഇവിടെ പറയും, ഇനി ഞാൻ ഇച്ചിരി മാറി ജീവിക്കുന്നുള്ളൂ, അടുത്ത് ജീവിച്ചാൽ ദൈവത്തോട് കൂടുതൽ അടുത്താലും പ്രശ്നം. ഇത് പല ദൈവമക്കൾക്കും വരുന്ന വിഷയം. സ്തോത്രം. പക്ഷെ ചില ദൈവമക്കൾ പറയാറുണ്ട്, പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കുടുംബത്തിന് ചിലതെല്ലാം അഴിഞ്ഞു മാറി. കാര്യം എന്തുവാ, അവര് ദൈവത്തോട് അടുപ്പിക്കുക. അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പൈശാചിക ശക്തിയാണ് ആര് വന്നത്, ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു, അതോടും അഴിച്ചു വിട്ടപ്പോഴേ അവർക്ക് സ്വന്തമായി. ചിലവര് ദൈവത്തോട് അടുത്ത് നിൽക്കുവാന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്തില്ല, അടുത്ത് നിൽക്കുന്നില്ല. അല്ല, ദൈവത്തോട് അടുത്ത് നിൽക്കുക, അവരുടെ ഒരു പരീക്ഷയായിരിക്കും ഈ പ്രതികൂലം. വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഇളകി, അതെല്ലാം മാറി, അങ്ങോട്ട് ഇളകാൻ തുടങ്ങിയപ്പോഴേ പേടിച്ചു. അവന്റെ കാര്യം പോയി, അവൻ ജയിച്ചോണം. കാര്യം എന്തുവാ, ഇവിടെ എന്തൊക്കെയോ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥനയ്ക്കകത്ത്. എങ്കിൽ ഇതിനകത്ത് ബാധിച്ചിരിക്കുന്ന പാതയും ഒഴിയെ. കാര്യം എന്തുവാ, ദൈവം ചില നന്മ തരാമോ. അങ്ങനെ വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യാൻ പറ്റും, ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറയല്ലോ, നമ്മള് സ്തോത്രം വിസിറ്റിങ്ങോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ വന്ന് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കാം, ഇല്ലേ? സ്വന്തം ചിലവരെന്നെ ഷോയ്ക്കെല്ലാം വിളിക്കാറുണ്ട്. നമ്മുടെ സഭയിൽ പുറത്തുള്ള അടി കിട്ടിയിട്ടുണ്ടോ? സ്തോത്രം. ഒന്ന് വിളിച്ച് നോക്കാം, ഇതുകൂടെ ഒന്ന് നോക്കി നോക്കാം എന്ന് വിളിച്ചിട്ടുണ്ടോ? അവിടെ ഇളകിയിട്ടേ ഉള്ളൂ. സ്തോത്രം. ദൈവജനം ആത്മാർത്ഥമായിട്ട് കാത്തിരുന്ന് വിളിച്ചിട്ടുണ്ട്, അവിടെ എല്ലാം സന്തോഷം പകർന്നത്. അല്ലാതെ വല്ല പ്രതികൂലം വന്നിട്ടുണ്ടോ? സ്തോത്രം. സന്തോഷം വെളിപ്പെട്ടിരിക്കും. അതെന്തുവാ, കർത്താവിന്റെ നിയോഗം. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് പറയാതെ വരത്തില്ല. കർത്താവ് പറയുന്ന സമയത്ത് നിങ്ങൾക്കും തോന്നത്തുള്ളൂ വിളിക്കാൻ, ആ സമയത്ത് വരത്തുള്ളൂ. അവിടെ ദൈവത്തിന്റെ മഹത്വം. ചില ബന്ധനങ്ങളെ, ബാധകളെ ആലോചിക്കും. സ്തോത്രം. ചിലർക്ക് കൈ നനയാതെ മീൻ പിടിക്കണമെന്നോ. കാര്യം എന്തോ, ഇതിനകത്ത് കുറെ അനുഗ്രഹം മതി, അല്ല ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നോ. സ്തോത്രം. ചിലവരെന്തിനാ വരുന്നത്, ഞാൻ കണ്ടിട്ടുണ്ട്. ചിലവർ കണ്ടിട്ടുണ്ട്, അവരുടെ ബന്ധുമിത്രാദികൾ മതി ദേശത്തിനകത്ത് ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ വരണം, അവരെല്ലാം എപ്പോഴും ഞങ്ങൾക്ക് കീഴിൽ വരണം. പ്രിയ ദൈവമക്കളെ, യോസേഫിനെ ദൈവം വിളിച്ചു. 12 പേരെയും ആരെ വിളിച്ചു? യോസേഫിനെ തെരഞ്ഞെടുത്തു. ആരെ യോസേഫ്? അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യോസേഫ്. ആ ലിസ്റ്റിൽ വരേണ്ട ആള് യോസേഫിനെ തെരഞ്ഞെടുത്തു. യോസേഫിനെ തെരഞ്ഞെടുത്തപ്പോൾ യോസേഫ് അമികാലയിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചത് ആ തെരഞ്ഞെടുപ്പ് വെളി പറയാൻ തുടങ്ങിയപ്പോഴാണ്. കർത്താവ് കൊടുത്ത ദൂത് അല്ലെങ്കിൽ കർത്താവ് കൊടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സ്വന്തം സഹോദരങ്ങളോട് പറഞ്ഞപ്പോഴാണ് സഹോദരങ്ങൾ എന്ത് ചെയ്യാനെ കൊല്ലാൻ നോക്കിയത്. യോസേഫ് അത് കഴിഞ്ഞിട്ട് പൊട്ടക്കിണറ്റിൽ പോയി കിടന്നു. അവിടെ നിന്ന് കയറി വന്നപ്പോൾ ഇച്ചിരി ആശ്വാസവും പേരെല്ലാം കിട്ടി. അമേകാലയില് ഒന്ന് സന്തോഷം അനുഭവിച്ചപ്പോഴേ അവിടെ ചെയ്യാത്ത കുറ്റം അവന് മേൽ ചുമത്തി. പിന്നെ നേരെ പോയി കിടക്കുന്നത് കാരാഗൃഹത്തിനകത്ത്. 2 പേർക്ക് ദൂത് പറഞ്ഞപ്പോൾ യോസേഫ് പറഞ്ഞോണ്ട് എന്നെ കുറിച്ച് പുറത്തു പറയും, ഞാൻ പുറത്തു വരുമെന്ന്. അവര് ദൂതും കിട്ടി, വിടുതലും കിട്ടി, അവരവരുടെ പാട്ടിന് പോയി. പക്ഷെ യോസേഫ് എന്ത് ചെയ്തില്ല, പുറത്തു വന്നില്ല. അപ്പോഴും ചില നാളുകൾ കഴിഞ്ഞപ്പോൾ കർത്താവ് വെച്ച ദിവസം വന്നപ്പോൾ ഒരാൾക്ക് യോസേഫിന് എന്ത് ചെയ്തു, ഓർമ്മ വന്നു. അയാള് യോസേഫ് പറഞ്ഞത് അന്ന് ഓർത്തിട്ട് അയാൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ രാജാവുമായിട്ട് പരിചയപ്പെടുത്തി. യോസേഫിനെ എന്ത് ചെയ്തു, ദൈവത്തിന്റെ യഥാർത്ഥ വാക്തത്വത്തിലേക്ക് കയറണം എന്ന് പറഞ്ഞാൽ കാരാഗൃഹത്തിന്റെ അവസ്ഥ കഴിഞ്ഞു. ഈ എല്ലാവർക്കും ആ വന്നപ്പോ ഉണ്ടല്ലോ, കാരാഗൃഹത്തിന്റെ അവസ്ഥ എന്നെല്ലാം മാറി. യോസേഫ് വന്നല്ലോ, സ്തോത്രം, ഫറവോന്റെ മന്ത്രിയായി തീർന്നല്ലോ, പൊസിഷനിലായല്ലോ. ആയിക്കഴിഞ്ഞപ്പോ ഈ സ്തോത്രം തകർക്കപ്പെട്ട സഹോദരങ്ങളെല്ലാം വന്ന് യോസേഫിന്റെ വേണ്ടി കൈകൂപ്പി നിന്നൊരു സമയം. എല്ലാവർക്കും ഇത് കിട്ടിയാൽ മതി. യോസേഫ് അനുഭവിച്ച നേരത്തേക്കുള്ള വേദനയുള്ളൂ. പൊട്ടക്കിണറും വേണ്ട, കാരാഗ്രഹവും വേണ്ട, ആവശ്യമില്ലാത്ത പഴി ദുഷിയൊന്നും വേണ്ട, അതിലൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. ഞങ്ങൾക്ക് എന്ത് കിട്ടിയാൽ മതി?
സഹോദരങ്ങളെ ഫ്രണ്ടിലെല്ലാം എല്ലാവരും ഇന്ന് ഭരിക്കുന്ന രീതിയിലുള്ള പൊസിഷൻ കിട്ടുക. അങ്ങനെ വന്നവരൊന്നും ദൈവസ്ഥാനം നിന്നിട്ടുമില്ല, ഒന്നും പ്രാപിക്കത്തുമില്ല. കർത്താവ് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് എന്നെ ഒരു പൊസിഷനിൽ കൊണ്ടുപോകുന്നെങ്കിൽ, കർത്താവ് എന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാൻ ഉയർത്തിച്ചെന്നാലും താഴ്മ നിൽക്കുമ്പോഴും എനിക്ക് യേശു മാത്രമാണ്. അബ്രഹാം പിതാവിനെ പോലുള്ള കാഴ്ചപ്പാട്. എത്ര സ്വത്ത് കൂടിയാലും പണം കൂടിയാലും അമികാലം മൃഗങ്ങൾ കൂടിയാലും സ്തോത്രം ഹല്ലേലൂയ, എത്രയെല്ലാം ബാങ്ക് ബാലൻസ് വന്നാലും അബ്രഹാം പിതാവിന്റെ മനസ്സ് എപ്പോഴും നിൽക്കുന്നത് ബാങ്ക് ബാലൻസിന്റെ പിന്നാലെയോ അല്ലെ സ്വത്തിന്റെ പിന്നാലെയോ തലമുറയുടെ നന്മയുടെ പിന്നാലെയോ അല്ല, എപ്പോഴും കിടക്കുന്നത് യേശുവിന്റെ വിളിയുടെ പിന്നാലെയോ. അതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞേ സ്തോത്രം യോഹന്നാൻ പറഞ്ഞ എന്ത് പറഞ്ഞേ, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് മാറി നിൽക്കാൻ. അബ്രഹാം പിതാവായിട്ട് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉള്ളം കൊണ്ട് പറയാതെ അബ്രഹാം പിതാവിന് വേണ്ടി ജീവിക്കുന്നവൻ, ദൈവത്തിന് വേണ്ടി അബ്രഹാം പിതാവ് എങ്ങനെ ജീവിച്ചു അങ്ങനെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുവാൻ അവകാശമുണ്ട്. അല്ല എങ്കിൽ നിങ്ങൾക്ക് അവകാശമില്ല. യോസേഫിന്റെ ദൂത് പറയുമ്പോഴേ എല്ലാവരും കൈ അടിച്ച് ഏറ്റെടുത്ത പ്രാർത്ഥിക്കുന്നു. പക്ഷെ യോസേഫ് പൊട്ടക്കണത്തിൽ കിടന്നതും നഗ്നനായി കിടന്നതും അല്ലെങ്കിൽ കാരാഗത്തിനകത്ത് കിടന്നതും പൊത്തിഫിന്റെ ഭവനത്തിനകത്ത് കേൾക്കാത്ത പേരെല്ലാം കേട്ടപ്പോഴും അതൊന്നും ഇഷ്ടമല്ല. ആ ഫറവോൻ കൊടുത്ത മോതിരം ഉണ്ടല്ലോ, ഫറവോൻ ഊരിക്കൊടുത്തൊരു മോതിരം ഉണ്ട്. എന്തുവാ സ്തോത്രം, രാജാവെന്നുള്ള പദവി മാത്രമേ എനിക്കുള്ളൂ. സ്തോത്രം, അല്ലാത്ത സകല ഈ രാജ്യത്തിനകത്തുള്ള അധികാരം ആർക്കാ ഉള്ളത്? നിനക്കാ ഉള്ളത്. അതിന്റെ തെളിവായിട്ട് ഇന്ന് മുദ്ര മോതിരത്തെ ഊരിത്തരുന്നു. നിന്നെ എല്ലാവരും മാനിക്കും. ഞാൻ രാജാവെന്നൊരു പദവിയേ ഉള്ളൂ, ഞാൻ മേളിരിക്കുന്നത്. പക്ഷെ ഇവിടെ മൊത്തം ഭരിക്കേണ്ട ആരാ? നീയാ. ആ പദവി എനിക്ക് മതി. അല്ലാതെ യോസേഫ് കഷ്ടപ്പെട്ടതൊന്നും വേണ്ട. ദൈവം തരുവോ? ദൈവം തരുവോ? ചിലവരെന്നോട് വന്നിട്ടുണ്ട്, പക്ഷേ എന്നെ കുറിച്ച് ഭയങ്കര ദൂത, ആ യോസേഫിന്റെ ദൂത എന്റെ മേൽ കിടക്കുന്നത്. യോസേഫിനെ പോലെ കഷ്ടപ്പെടൂ? അത് പറ്റത്തില്ല. പരീക്ഷയുണ്ട് ദൈവം, പ്രതികൂലമുണ്ട് ദൈവമക്കളെ. ദൈവം നിങ്ങളെ വിളിച്ചത് തകർത്ത് കളയാനല്ല, തകർച്ചയെന്ന് ദൈവം വിളിച്ചത്. നമ്മൾ ഓരോരുത്തരെയും തകർക്കപ്പെട്ട് ക്രിസ്തുവിനെ ഇന്ന് അറിയില്ലായിരുന്നു നമ്മൾ തകർന്നു പോയേനെ. ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ തകർച്ചയിൽ നിന്ന് പൊങ്ങി വന്നത്, അല്ലയോ? നമ്മളെ വിളിച്ച ആരാ? വിശ്വസ്ത കരമാണ്. നമുക്ക് വേണ്ടി ഒരു പാപം ചെയ്യാതെ കാലുവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തമൊഴുക്കി നമ്മളെ പാപത്തെ കഴുകിക്കളഞ്ഞു, ശാപത്തെ മാറ്റി, രോഗത്തെ സൗഖ്യമാക്കിയ യേശുവിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മളെ ദൈവം അനുഗ്രഹിക്കാതിരിക്കും. സ്തോത്രം. പരീക്ഷയുണ്ട്, പ്രതികൂലമുണ്ട് എന്ന് പറഞ്ഞ് കൈവിടുന്ന ഒരു ദൈവമല്ല. ആ സ്തോത്രം, യേശു 40 ദിവസം ഇരുന്നത് ആത്മാവില തീ കത്തിക്കൊണ്ടിരുന്നതാണ്. സ്തോത്രം. ജഡത്തിന്റെ ഒരു ചിന്തയാണ് 40 ദിവസം കഴിഞ്ഞപ്പോ വന്നത്. ജഡത്തിന്റെ ഒരു ചിന്തയാ. എന്തുവാ? സ്തോത്രം. ഞാൻ 40 ദിവസം ഉപവാസമായ ദൈവമായിട്ടിരുന്നു, ആത്മാവിൽ നിറഞ്ഞിരുന്നു. ആ ഒറ്റ ചിന്ത വന്നപ്പോഴെന്ത് ചെയ്തു? കർത്താവിന് വിഷം അല്ലെ? 40 ദിവസം ആത്മാവിൽ നിറഞ്ഞൊരാള്, പരിശുദ്ധാത്മാവിൽ നിൽക്കുന്ന ആള് 41-ാം ദിവസം വിശക്കും. കർത്താവ് അത്രയും 40 ദിവസം ഞാൻ പിതാവ് പറഞ്ഞ പോലെ ദൈവസ്ഥലം ഇരുന്ന് ദൈവത്തിൽ നിന്നെല്ലാം പ്രാപിച്ചു. കാര്യം എന്തുവാ? ഞാൻ ഇനി ഇവിടെ ഇങ്ങനല്ല ഇരിക്കാൻ പോകുന്നത്, ഇനി ഞാൻ ശത്രുവിനെ ജയിക്കാൻ പോവാ. അതിനുള്ള ശക്തി ആര് തന്നിരിക്കുക? പിതാവ് എനിക്ക് തന്നിരിക്കുക. ഇന്ന് ദൈവമക്കൾക്ക് ഇതുവരെ അറിയത്തില്ല ദൈവമക്കളുടെ മേൽ പകർന്ന ശക്തിയെ ബലമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രതികൂലത്തിന് വേണ്ടി എന്തിനെ തകർന്നു പോകുന്നത്. കർത്താവിനറിയാം 40 ദിവസം ഇങ്ങനെ ഇരിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. ഞാൻ ഇരുന്നു, ദൈവത്തിൽ നിന്ന് ചിലതെല്ലാം പ്രാപിച്ചിരിക്കുന്നു. ഇനി എനിക്ക് എന്ത് ചെയ്താൽ മതി? ശുശ്രൂഷിക്കാൻ പുറത്തിറങ്ങിയാൽ പറ്റത്തുള്ളൂ. കർത്താവിന് 33.5 കൊല്ലം നമ്മളെ മധ്യയിലുണ്ട്. 30 വയസ്സ് കഴിഞ്ഞിട്ട് കർത്താവ് ശുശ്രൂഷിക്കും. 30 വയസ്സ് വരെ കർത്താവ് ഉപവാസം വരുന്നോ? ഒന്നോ? സ്നാനപ്പെട്ടു. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്തത് എന്തുവാ? ഉപവാസം ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് 40 ദിവസം കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പ്രാപിച്ചത്. ഇനി എന്ത് ചെയ്യാൻ പോവാ? ജയിക്കാൻ പോവാ. ഇന്ന് നമ്മളെല്ലാം പ്രാപിച്ചത് വെച്ച് എന്ത് ചെയ്യാൻ പോവാ? ജയിക്കാൻ പോവാ. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാപിച്ചത് എന്തെന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ജയിക്കാൻ പറ്റാത്തത്. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന എന്തെന്ന് മനസ്സിലാക്കുക. ഞാൻ ചുമ്മാ ഇരുന്ന് കൈയൊട്ടിയാൽ ആരാധിക്കാൻ പറ്റത്തില്ല. ഞാൻ ചുമ്മാ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? എന്റെ ദൈവം എന്നെ ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ ഭാഗ്യം എനിക്ക് ലഭിച്ചത്, അല്ലയോ? ഒരാള് ദൈവത്തെ അറിയാത്ത ഒരാളെ ഫ്രണ്ട് ഇരുന്നിട്ട് ഞാനും വേണ്ടി ഇരുന്നോണ്ട് കൈ വെക്കുക. ഞാൻ അനുഭവിക്കുന്ന പോലെ സന്തോഷം പുള്ളിക്ക് അനുഭവിക്കാൻ പറ്റുമോ? കാര്യം എന്തുവാ? ഇത് പ്രാപിക്കാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. അത് പ്രാപിക്കാൻ ഭാഗ്യമില്ലാത്തോണ്ടാണ് അവന് കിട്ടാത്തത്, അവൻ ഏറ്റെടുക്കാൻ പറ്റാത്തത്.
ആണോ? പ്രൈസോ. ഇന്ന് പ്രിയ മക്കളെ, നമ്മളെ പ്രാപിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രാപിച്ച ഒരു ദൈവശക്തി നമ്മുടെ മേൽ ഉള്ള കാലത്തോളം ഒരു ശത്രുവിനും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തൊടുവാൻ കഴിയത്തില്ല. നമ്മൾ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഒന്ന് തിരിച്ചറിയും. 40 ദിവസം യേശു ഇരുന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങനെ ഇരുന്നാ പോരാ. ആമേൻ, സ്തോത്രം. 40 ദിവസത്തിൽ ചിന്തിക്കാത്ത വിഷയം അടുത്ത ദിവസം ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാ എന്തുണ്ടാവാൻ തുടങ്ങിയേ? വിശപ്പുണ്ടായി. അത് ചിന്തിച്ചു നോക്കി അറിയത്തില്ലയോ? അന്ന് 40 ദിവസം കൊണ്ട് കർത്താവ് ഇരുന്ന് കർത്താവിന് ഒരു കുഴപ്പമില്ല. 41-ാം ദിവസം ആപ്പിടാ വിശപ്പ്. കർത്താവ് പറയുന്നുണ്ട്, രാവും പകലും 40 ദിവസം ഇരുന്നു ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചു. യഹോവയായ ദൈവത്തിന് മനസ്സിലായി, ഇനി ഇങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല, ഇനി ശുശ്രൂഷിക്കാൻ ഇറക്കുക. അതേപോലെ പ്രിയ മക്കളെ, ദേശത്തും നമ്മളെ വിളിച്ചിരുത്തിക്കുന്നത്, നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്നും അപമാനവും പരിഹാസവും, നിന്നെ അപമാനവും പരിഹാസങ്ങൾ കേട്ടിരിക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ജയിക്കുവാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അപ്പൊ എന്നും ഇത് അനുഭവിച്ച എന്നും ഉപവാസമായിട്ടിരുന്നാൽ മതി. കാരണം കർത്താവ് അവിടെ തന്നെ ഇരുന്നേ, ഇല്ലയോ? കർത്താവിനെ കുറിച്ച് അങ്ങനെ പദ്ധതിക്ക് അവിടെ ഇരുന്നേ. അതല്ല, നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത്, നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവത്തിന് വേണ്ടി നീ വില കൊടുക്കുമ്പോൾ, നീ നിന്ദിക്കപ്പെടുമ്പോൾ, പരിഹസപ്പെടുമ്പോൾ, അപമാനപ്പെടുമ്പോൾ, നിന്റെ കുടുംബം കണ്ണുനീര് വരുമ്പോഴും എന്റെ യേശുവിന് വേണ്ടി ഞാൻ ഇറങ്ങിയിരിക്കുന്നത്, എനിക്ക് കണ്ണുനീരല്ല വിഷയം, എന്റെ യേശുവിന്റെ സാന്നിധ്യം മതി എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന ദൈവജനമേ, നിന്നെ എന്ന് കണ്ണുനീരിലേക്ക് തള്ളിയിടാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്, നിന്നെ കണ്ണുനീരിന്ന് പുറത്തു കൊണ്ടുവരുവാനാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന് വേണ്ടി കണ്ണുനീര് ഒഴുക്കുവാൻ നീ തയ്യാറാവണം. ആ കണ്ണുനീരിന്റെ അവസ്ഥ നീ വരണം. ആർക്ക് വേണ്ടിയാ? എന്റെ യേശുവിന് വേണ്ടി. അല്ലെ, ഇന്ന ആള് എന്നോട് ചിരിക്കാത്തത്, ഇന്ന ആൾ എന്നെ സഹകരിക്കാത്തത്, ഇന്ന ആൾ എന്നെ കൂട്ടാത്തത്, എന്റെ യേശു എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്, എനിക്ക് അതിലും വലുതാ എന്റെ യേശുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞ് യെശുവിന് വേണ്ടി നിൽക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? സ്തോത്രം. ദൈവത്തിന് വേണ്ടത്. അല്ലാത്തവരെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. പ്രൈസ് ദി ലോർഡ്. പരീക്ഷിക്കപ്പെടുവാൻ എന്തുവാ? യേശുവിന് വിശന്നു എന്നറിഞ്ഞപ്പോൾ, ഇന്ന് പ്രിയ മക്കളെ, നമ്മളെ ജീവിതത്തിനകത്ത് ചില ബലഹീന വരുമ്പോ ആര് വരും? പിശാച്. ബലഹീന വന്നില്ലെങ്കിൽ പിശാച് വരത്തില്ല. നമ്മളെ ജീവിതത്തിനകത്ത് ചില ബലഹീനകൾ നമ്മൾ അങ്ങോട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, എന്ന് പറഞ്ഞാൽ ഇന്ന് ചില ഭാരങ്ങൾ വന്നു, ഇന്ന് നമുക്ക് 3 നേരം ആഹാരം ദൈവം തന്നു, അയ്യോ നാളത്തെ ആഹാരത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആര് വരും? എടാ, ഇന്ന് തന്ന ദൈവം നാളെ പോയിട്ടുള്ള ശക്തനാണ്. അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഉണക്കമീനും വെച്ച കുട്ടിയെങ്കിൽ നാളെ വരുന്ന ബീഫ് വെച്ചായിരിക്കും. കാര്യം എന്തുവാ? ആ ചിന്ത വരുമോ? ഇന്ന് ഞാൻ ബീഫ് മേടിച്ചാൽ നാളെ നീ എന്തോ എന്നാ ചിന്തിക്കുന്നു. അല്ല, ഇന്ന് ബീഫ് മേടിക്കാൻ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നാളെ നിനക്ക് മേടിക്കാൻ ദൈവം തരും. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യമാണ്. സ്തോത്രം. ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് കഴിഞ്ഞ ദിവസം. കുഞ്ഞിന്റെ 10-28 വയസ്സുണ്ട്. കുഞ്ഞെന്ന് പറയാൻ കാര്യം, ബുദ്ധി അധികം വളരാത്ത ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ. സ്തോത്രം. എനിക്ക് ആ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കാണ്ട ഓടി വന്നിട്ട് പറയും, പാസങ്ങളെ ഒന്നൊന്ന് പ്രാർത്ഥിക്കണേ, ഇപ്പോഴും തലയിൽ ഒന്ന് പാർച്ചിട്ടേ പോത്തുള്ളൂ, അതിനി ആളെ ഇരിക്കുന്നൊന്നും അവന്റെ വിഷയമാണ്. എനിക്ക് അവൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ഒരു മോനെ പോലെ ഞാൻ സ്നേഹിക്കും. സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട് അവരുടെ വീട്ടിൽ സമ്പത്ത് ഇഷ്ടം പോലെ. അവൻ ഈ ബർത്ത്ഡേ ദിവസം ഭയങ്കര ഇഷ്ടം. ബർത്ത്ഡേ എന്ന് പറയുന്ന ദിവസം അവന് ഭയങ്കര ഇഷ്ടം. അതുപോലെ നമ്മളത്തെ എല്ലാം പരിചയപ്പെട്ട ഫസ്റ്റ് ചോദിക്കുന്നത് എന്നാ ബർത്ത്ഡേ. ആ ദിവസം അപാര ഓർമ്മശക്തി അറിയില്ല. കറക്റ്റ് രാവിലെ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഈ കാര്യവും. അതുപോലെ തന്നെ ക്രിസ്തീയ പാട്ട് പാടിയ അതെല്ലാം അവന് കാണാതെ അറിയാം. വചനമെല്ലാം കാണാതെ അറിയാം. ബാക്കി കുറെ കാര്യങ്ങളെല്ലാം അറിയാതെ ഞെട്ടിയിട്ടുണ്ട്. ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ ഒരാഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു. ഞാൻ എപ്പോഴും മനസ്സിൽ ഓർത്ത്, സ്തോത്രം, ശനിയാഴ്ച ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ. ഞാൻ അപ്പോഴും ആ ഒരാഴ്ച കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, 28 വയസ്സ് ദൈവം കരുതിയ കരുതലിനെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മരണം മുന്നിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം കർത്താവ് ചെയ്ത കരുതൽ. ഞാൻ മക്കളെടുത്ത് പിള്ളേർത്ത് വന്ന് ശനിയാഴ്ച അവൻ്റെ അടുത്ത് ബർത്ത്ഡേ പറയണം. അവനത് കേൾക്കാൻ ഭയങ്കര സന്തോഷം. നമുക്ക് ബർത്ത്ഡേ ഒന്നുമില്ല, നമുക്ക് ആഘോഷവും ബർത്ത്ഡേ ഒന്നും നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഞാൻ പറഞ്ഞ അവന്റെ സന്തോഷം, അവൻ ഈ ഭൂമിയിലുള്ള സന്തോഷം അതല്ല. സ്തോത്രം. അവന് യേശുവിന്റെ മക്കളാ, ഞാൻ യേശുവിന്റെ പൈതലാന്നുള്ള പൂർണ്ണാവത്തിൽ അവൻ ജീവിക്കുന്നത്. അവനുള്ള സന്തോഷം ഇല്ല. ഞാനോർത്ത് പൈസ ഇഷ്ടം പോലുണ്ട് വീട്ടിൽ. ഞാനോർത്ത് നല്ല പോലെ ക്രീം കേക്കെല്ലാം മേടിച്ച് അവനെ അവന്റെ മാതാവ് മുറിച്ചു കൊടുക്കുന്നു. നോക്കിയപ്പോൾ ഒരു സാധാരണ ഒരു കേക്ക് മേടിച്ചു കൊടുത്തിട്ട് അവനെ കളിപ്പിച്ചിരുന്നു.
ആ പയ്യന്റെ എല്ലാം ഏക സന്തോഷം 1000 രൂപ മുടക്കിയാൽ 1000 രൂപ മുടക്കുക അവർക്ക് 1000 രൂപ എന്നൊരു വിഷയമല്ല. ഞാൻ കണ്ടപ്പോൾ അവൻ ആ കൊച്ചി എന്താ പറയാ, എന്റെ ഭാഷയെ പറഞ്ഞ ശരിയാവും, ഞാനൊന്നും കളയോ, ഒരു സാധാരണപ്പെട്ട ഒരു കേക്ക് മേടിച്ചു കൊടുത്തിട്ട് അവനെ കളിപ്പിച്ചേക്കും. ആകെ 2 വീട്ട് അപ്പുറം കൊടുത്താൽ മതി. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഇപ്പോഴത്തെ പ്രതികൂലമായോണ്ട അല്ലാതെ ഞാൻ എന്റെ ഫ്രണ്ട് എനിക്ക് ഭയങ്കര വിഷമമായി പോയത്. കാര്യം എന്തുവാ, അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ഭൂമിയിൽ ഇവർ ഇത്രയെല്ലാം കൂട്ടി ബാങ്ക് ബാലൻസ് വിട്ട് കൂട്ടി വെച്ചിട്ട് എന്തോ ചെയ്യാന് ഇത് കൊണ്ടുപോകും. ആ മോന് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. ഒരു മോനാണെങ്കിൽ അങ്ങ് UK ഈ സന്തോഷം കൊടുക്കുക. എനിക്ക് ചിലപ്പോൾ ഞാൻ അമ്മാമ്മയോട്, നല്ല അമ്മാമയാണ്, നല്ല സ്വഭാവം, നല്ല അമ്മാമയാണ്, ചില അമ്മാമ്മയുടെ സംസാരിക്കാൻ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫ്രൈഡ് റൈസ് എല്ലാം. ഞാൻ വെച്ച് ഇന്നും ഉണ്ടാക്കി കൊടുക്കും അമ്മാമ, വെയിറ്റ് കൂടിയാലോ. അവനധികം വെയിറ്റ് ഒന്നുമില്ല, അവന്റെ ആഗ്രഹമില്ല, അവൻ ഇത്രയും കഴിക്കുന്നവന് വല്ലപ്പോഴല്ല ഇതെല്ലാം കൂടുതൽ. സ്തോത്രം. അവന് വേറെ വല്ല സന്തോഷമുണ്ടോ? അവൻ വേറെ വല്ല സന്തോഷം അനുഭവിക്കുകയോ? നമ്മൾ അനുഭവിക്കുന്ന പോലെ പല സന്തോഷത്തില്ലാത്ത അവൻ അനുഭവിക്കാൻ പറ്റും. എനിക്കത് വിഷമം തോന്നി. സ്തോത്രം. ഈ പ്രശ്നം ചിലപ്പോൾ എനിക്ക് പറയാവും, എനിക്ക് കുഴപ്പമില്ല, എങ്കിലും ഞാൻ പറയുമോ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാര്യം എന്തുവാ? സ്തോത്രം. നമുക്ക് അവന്റെ ഏത് സന്തോഷമാണ് ആ ജീവിതത്തിലെ വലിയ കാര്യമാണ്. സ്തോത്രം. സ്തോത്രം. ഞാൻ ഒരാഴ്ച കൊണ്ട് അവന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഞാൻ കേട്ടപ്പോൾ മുതൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അവനെ ദൈവം ബലപ്പെടുത്തി കൃപയോർത്ത്. സ്തോത്രം. കൃപയോർത്ത്. കാര്യം എന്തുവാ? അവന്റെ ആഗ്രഹം അത് സമ്മതിച്ചു കൊടുക്കുക. ഒരു 1000 രൂപയുടെ കേക്കിന്റെ അടുത്ത് 100 രൂപയുടെ കേക്ക് മുറിച്ചിട്ട് ഒന്നും പൈസ ഇല്ലാത്തവരല്ല, ഇഷ്ടം പോലും ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ പറയും. ഇന്ന് പ്രിയ ദൈവമക്കളെ, ഞാൻ സന്തോഷിക്കുവാൻ ആരാഗ്രഹിക്കുന്നത്? എന്റെ ദൈവം ആഗ്രഹിക്കുന്നത് സങ്കടത്തിയിടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, കഷ്ടത്തിയിടാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ തയ്യാറാവണം. കണ്ണുനീരിന്റെ ഭാവം വരണം. വരുമ്പോഴേ ആരനുഗ്രഹിക്കുന്നു? ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് കണ്ണുനീര് വരുമ്പോഴേ നമ്മൾ ആരെയും നടന്നു പോവുക, ദൈവത്തിന് മാറിപ്പോവുക. സ്തോത്രം. ഞാനൊരു കാര്യം, നമ്മളെ ബലപ്പെടുത്തേണ്ടവർ പോലും നമ്മളെ ചിലപ്പോൾ എന്ത് ചെയ്യും? അവർക്കും അറിയാം ഇതാ സത്യമെന്ന്, ഇതാ ദൈവത്തിന്റെ പ്രവൃത്തിയെന്ന്. ബലപ്പെടുത്തേണ്ടവർ പോലും ചിലപ്പോൾ നമ്മളെ നിരാശപ്പെടുത്താറുണ്ട്. അപ്പോഴതിന്റെ അർത്ഥം എന്തുവാ? ചിലർ പറയും നമ്മളെ ബലപ്പെടുത്തേണ്ട വരെ. ഞാനിപ്പോ സുനിതയ്ക്ക് ഒരു പ്രശ്നം വന്ന് സുനിതയെ ബലപ്പെടുത്തേണ്ട ആളാണ്. പക്ഷെ ഞാൻ സുനിതയെ കുറ്റം പറയുമ്പോൾ സുനിത ഓർക്കും എന്തുവാ, എന്റെ ഭർത്താവിന് പോലും എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലയോ. അങ്ങനെ വന്നതിന്റെ കാര്യം എന്തുവാ? അത് സുനിത ചിന്തിക്കത്തില്ല. സുനിത ചിന്തിക്കുന്നത് എന്തുവാ? സുനിത അങ്ങനൊന്നും അല്ല. സ്വന്തം സുനിത അങ്ങനെ ചിന്തിക്കുന്നില്ല. സുനിത എന്ന ഭർത്താവ് എന്നെ എന്തിനാ ഇങ്ങനെ മാറ്റി നിർത്തിയത്? നമ്മളോട് തന്നെ ഇയാൾക്ക് പോലും എന്നെ വേണ്ട, ഇതല്ലേ പറയുന്നത്? അച്ചാച്ചെന്നെല്ലാം പുറത്ത് വിളിച്ചാലും അകത്ത് ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും പറയുന്നത്, ഇയാൾക്ക് പോലും എന്നെ വേണ്ട. ഇതല്ലേ പറയുന്നത്? എന്താ പറഞ്ഞാൽ ഏറ്റവും വലിയ ബന്ധമാണ് എന്തുവാ? ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ അപ്പൻ മക്കളും തന്നെ. അവിടെ നമ്മളെ കൈവിടുമ്പോൾ നമ്മൾ പറയുന്നത് എന്തുവാ? ഇവർക്ക് പോലും നമ്മളെ വേണ്ട. പക്ഷെ ആ സാഹചര്യം എന്തിനാ കൊണ്ടുവന്നെന്ന് പലപ്പോഴും ആരറിയുന്നില്ല, നമ്മൾ അറിയില്ല. കാര്യം എന്തുവാ? നമ്മൾ അപ്പോഴും തിരിച്ചറിയാൻ വേണ്ടിയാ ദൈവം അത് കൊണ്ടുവന്ന സാഹചര്യം. ദൈവം അറിയാതല്ല കൊണ്ടുവന്നത്. കാര്യം എന്തുവാ? ഇവർക്ക് പോലും നിന്നെ വേണ്ട, പക്ഷെ എനിക്ക് നിന്നെ വേണം. അവിടെ യേശുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുക കർത്താവ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പെറ്റമ്മ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു ദൈവം. ഈ ജഡം, ഞാൻ ഭർത്താവായിട്ടിരിക്കുന്ന ഞാൻ എത്ര സ്നേഹിച്ചാലും ഈ ലോകത്തുനിന്ന് ഞാൻ പോകേണ്ടവനാണ്. ഞങ്ങൾ തമ്മിൽ വേർപിരിയേണ്ട ഒരു സമയമുണ്ട്. പക്ഷെ അവിടെയും കരുതേണ്ട ആരാണ്? കർത്താവാണ്. ഈ പ്രതികൂലം വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? മാനുഷികമായ സംസാരം ഉണ്ടാവും. അവിടെ ഭാര്യ ഭർത്താവോട്ട് ഭയങ്കര വഴക്കാവും. അങ്ങനെ വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ ദൈവത്തെ എന്റെ കാട്ടി കൂടുതലായി എന്റെ ഭാര്യയോ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ആർക്കിഷ്ടമല്ല? ദൈവത്തിന് ഇഷ്ടമല്ല. ഞാൻ സ്നേഹിക്കേണ്ട ആരെയാ? ദൈവത്തെ. ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രമേ എന്റെ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? അനുഗ്രഹിക്കത്തുള്ളൂ. കുടുംബത്തിന്റെ ബന്ധം വേറെ, ദൈവവും നമ്മളുമായിട്ടുള്ള വ്യക്തിപരമായുള്ള ബന്ധം. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ആരുമായിട്ട് നിൽക്കാനാ ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവമായിട്ട് നിന്നാൽ നല്ല കുടുംബത്തെ ദൈവം തരും, നല്ല ഭർത്താവിനെ തരും,
നല്ല ഭാര്യയെ ദൈവം തരും, നല്ല മക്കളെ ദൈവം തരും. ഇതെല്ലാം ദൈവമായിട്ട് എന്ത് ചെയ്താൽ മതി? പറ്റി നിന്നാലേ പറ്റും. എനിക്ക് തെറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ തെറ്റ് ചെയ്യാത്ത ആര് പോകുന്നു ഓർത്താ? എന്റെ ദൈവം എന്നെ ഉപേക്ഷിക്കുന്നു ഓർത്താ. അങ്ങനെ നിൽക്കുന്നവനെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. ഓർത്തോണം, ഭാര്യ ഭർത്താവ് വിഷയം ഉണ്ടാകുമ്പോൾ ഓർത്തോണം, അയ്യോ ദൈവം അങ്ങനത്തല്ല. എനിക്ക് ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിയാൻ ദൈവം തന്ന അവസരമാണ്. കാര്യം എന്തുവാ? ഞാൻ അതിന്റെ ആ ജഡത്തിന്റെ സ്നേഹത്തെ അല്ല പ്രാധാന്യം കൊടുക്കട്ടെ. ഞാൻ സ്നേഹം ആർക്കാ കൊടുക്കണ്ടേ? ദൈവത്തിന് കൊടുക്കുന്നുവെങ്കിൽ ഒരിക്കലും കളങ്കമില്ലാത്ത പരിശുദ്ധമായ സ്നേഹം ആര് തരും? കർത്താവ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് കർത്താവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയുന്നത്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബത്തിന്റെ അടുത്ത് വലുതെനിക്കാര്? എന്റെ കർത്താവ്. കർത്താവ് പറയുന്നത്, കർത്താവ് ചെയ്യുന്നത്. കാര്യം എന്തുവാ? ഞാൻ അത് അറിഞ്ഞ വ്യക്തിയാ. പല വട്ടങ്ങളിൽ പല സമയങ്ങളിൽ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ച വ്യക്തിയാ. അന്ന് എനിക്ക് എന്റെ കൂടെ നിന്നത് ഒറ്റ ഒരാളേ ഉള്ളൂ, കർത്താവായ യേശു. എന്റെ കൂടെ നിൽക്കേണ്ട കുടുംബക്കാർ, ചാർച്ചക്കാർ, ബന്ധുക്കൾ എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. ഇവൻ മരിച്ചാൽ കൊള്ളാം. അവിടെ കർത്താവ് പറഞ്ഞു, നീ മരിക്കാനുള്ളതല്ല, ജീവനോട് എന്റെ കൂടെ നിൽക്കേണ്ടവനാ. കാര്യതോ നിന്നെ കുറിച്ച് നീ ഒരു പദ്ധതിയുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അന്ന് മുതൽ ഞാൻ ദൈവസേന ഒരു തീരുമാനമെടുത്തു. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിൽ ദൈവസേന അന്ന് ഒരു തീരുമാനമെടുത്ത്, എന്റെ ദൈവത്തിനുപരിയായി മറ്റൊന്നിനെ ഞാൻ സ്നേഹിക്കുന്നില്ല. അതാ ഇന്ന് വരെ ഞാൻ പോകുന്നത്, അതിനെ ഫോളോ ചെയ്താ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുഖം നോക്കാതെ ചിലത് പറയുന്നത്. ചിലർക്ക് ദേഷ്യം വരുന്നത്, അല്ലെങ്കിൽ ചിലർക്ക് പ്രയാസം ഉണ്ടാവുന്നത്, ചിലർക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നത്. കാര്യം എന്തുവാ? മുഖം നോക്കാതെ പറയുന്നത്. കാര്യം എന്തുവാ? ഞാൻ യേശുവിനെ രുചിച്ചറിഞ്ഞ ആ രീതിയിലാണ്. കാര്യം ഞാൻ മരിച്ചു പോയത് പറഞ്ഞതാ, ഞാൻ തീർന്നു പോയെന്ന് പറഞ്ഞതാ. അവിടുന്ന് ആ കർത്താവ് പറഞ്ഞേ, തീരാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, എനിക്ക് അവനെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. സ്തോത്രം. കർത്താവ്, എന്നെ ആർക്കും വേണ്ട. ഞാൻ ചില രാത്രി ദൈവത്തോട് പറഞ്ഞു, എന്നെ ആർക്കും വേണ്ട കർത്താവേ, ഞാൻ തകരാൻ പോവാ, എനിക്ക് വേണ്ട, ജീവിതം വേണ്ട, മടുത്തു. അപ്പൊ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അന്ന് എന്നെ ചേർത്ത് പിടിച്ചത് ആരാ? കർത്താവ്. തകർന്നു പോയെന്നടുത്തുനിന്ന് ഇതുവരെ പണിതോണ്ട് വന്ന ആരാ? യേശുവാ. അപ്പൊ ഞാൻ ആരെയാ സ്നേഹിക്കേണ്ടത്? യേശുവിനെ. കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരു കലകമെല്ലാം വരുമ്പോൾ ഓർത്തോണം, സ്തോത്രം, ഉടനെ തിരിച്ച് സംസാരവും ബഹളവും ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. എന്റെ യേശുവിനെ കൂടുതലായിട്ട് രുചിച്ചറിയാൻ ദൈവം തന്നിരിക്കുന്ന അവസരമാണ്. എനിക്ക് ആ സമയോടും ആരോടും കൂടണം? ദൈവത്തോട് കൂടിയിരിക്കണം. അങ്ങനെ തീരുമാനം എടുക്കുന്ന ദൈവമക്കൾക്ക് ആ കുടുംബത്തിനകത്ത് ആ കലവ് അപ്പോഴേ കളയും. രണ്ട് കൈ അടിച്ചാലേ സൗണ്ട് വരും അല്ലേ? രണ്ട് കൈ കൊട്ടാൽ സൗണ്ട് വരും, ഒരു കൈ ഇങ്ങനെ കുട്ടിയെ സൗണ്ട് വരുമോ? സ്തോത്രം. വചനമെല്ലാം എന്തോ ഇതെല്ലാം പറഞ്ഞേക്കുന്നത് എന്തുവാ? വചനം ചുമ്മാ എഴുതിയേക്ക് വന്നോ? മാസ്റ്റർ എത്ര എന്ന് പറഞ്ഞാ പക്ഷെ കേട്ടോണ്ടിരിക്കുന്നത്. സ്തോത്രം. ആ മൂപ്പിക്കുന്ന കാര്യമൊക്കെ പിശാചിന്റെ തന്ത്രങ്ങളെല്ലാം ആ മൂപ്പിച്ചുകൊണ്ടുള്ള കാര്യം എന്തുവാ? ഇവിടെ നീ ജയിച്ചെങ്കിൽ വലിയൊരു നന്മ നിനക്ക് വരാമോ? നിന്റെ കുടുംബത്തിനകത്ത് വരാമോ? മൗനമാവും. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. പണ്ടൊരാൾ പറഞ്ഞ ഒരു കാര്യം ഉപമയാ എനിക്ക് വരുന്നത്. സ്തോത്രം. വഴക്കുണ്ടാകുമ്പോഴേ നിങ്ങൾ പോയി ചെന്ന് ഒരു കവള് വെള്ളം ഇടുക, അത് ഇറക്കല്ലേ, വായി തന്നെ വെച്ചു. നല്ല കാര്യമാണ്. കാര്യം എന്തുവാ? വാ തുറന്നാൽ വെള്ളം പുറത്തു പോകും. സ്തോത്രം. ദേഷ്യം പിടിച്ച് കൂടുതൽ ചിന്തിച്ചാൽ ആത്തു പോകും. ആത്തു പോയാൽ പിന്നെ പോയി ആ വെള്ളം അതേപടി കിടക്കട്ടെന്ന് പറയും. അതുകൊണ്ട് കർത്താവിനെ കേൾക്കേണ്ടതേ കേൾക്കാവും. ദൈവത്തിന്റെ വചനം എന്ത് പറഞ്ഞേ? കേൾക്കുന്നത് പെട്ടെന്നായിക്കോട്ടെ. നിങ്ങൾ അകത്തുനിന്ന് പുറത്തു പോകുന്നതാണ് നിങ്ങളെ പാപം ചെയ്യിക്കുന്നത്. അകത്തുനിന്ന് പുറത്തു പോകുന്നതാണ് പാപം ചെയ്യുന്നത്. അകത്തോട്ട് കയറുന്നതല്ല പാപം ചെയ്യുന്നത്, പുറത്തു വരുന്നതാണ് പാപം ചെയ്യുന്നത്. അപ്പൊ സംസാരിക്കുന്നത് ഏറ്റവും സാവധാനം. എന്തോ ഞാൻ ആരെന്നുള്ള ബോധ്യത്തിലാണ് സംസാരിക്കേണ്ടത്? ദൈവമക്കളെന്നുള്ള ബോധ്യത്തിൽ. അങ്ങനത്തെ കുടുംബത്തിനകത്ത് സമാധാനമേ ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. പ്രതികൂലം മക്കളിൽ നിന്ന് ചില പ്രതികൂലം കിട്ടുന്നു, പേടിക്കല്ലേ. അപ്പനമ്മമാരിൽ നിന്ന് പ്രതികൂലം കിട്ടുന്നു, പേടിക്കല്ലേ. കാര്യം എന്തുവാ? ദൈവത്തിന്റെ സ്നേഹം ഞാൻ രുചിച്ചറിയേണ്ടത്. കാര്യം എന്റെ അപ്പൻ കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ ലോകത്തുനിന്ന് പോവാം, അമ്മയ്ക്ക് പോവാം, ഭാര്യ പോവും, ഭർത്താവ് പോവും. സ്തോത്രമാകുക. ഞാൻ ജീവനോടിരിക്കുന്ന കാലത്തോളം എനിക്ക് ആരുടെ ആശ്രയം വേണം? എന്റെ യേശുവിന്റെ ആശ്രയം വേണം. യേശു ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് എനിക്ക് പോവാൻ കഴിയത്തുള്ളൂ. എന്തെങ്കിലും കുടുംബത്തിനകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതികൂലം വന്ന് പ്രയാസം വന്നു, അതിനകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവം അറിയാതെ എന്റെ കുടുംബത്തിനകത്ത് ഒന്നും വരത്തില്ല. ദൈവം അറിയാതെ എന്തോ എന്ത് ചെയ്യത്തില്ല, എന്റെ കുടുംബത്തിനകത്തൊന്നും വരത്തില്ല. ഇങ്ങനെ ബലപ്പെട്ടോണം ഈ വാക്യം വെച്ച്. ദൈവം അറിയാതെ എന്റെ കുടുംബത്തിനകത്ത് വരത്തില്ല. ദൈവം അറിയുന്നുവെങ്കിൽ ദൈവന്റെ തക്കതായ സമയത്ത് എനിക്ക് വേണ്ട എന്തുവാ തുറന്നു തരും. അതെന്താന്ന് പലരും പറയാം.
ഇങ്ങനെ പോയാൽ പറ്റത്തില്ലെന്ന് പറയാം. പക്ഷെ ഇങ്ങനെ പോകുന്നത് എന്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. അത് പാസ്റ്റർ പറയുന്ന ഒരു വാക്കിലല്ല. ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. കാര്യം എന്തോ, പാസ്റ്ററിന്റെ മേളിലാണ് ദൈവം ഇരിക്കുന്നത്. ദൈവം ഞാനുമായിട്ടാ ബന്ധം. പാസ്റ്ററിനെ വെറും ഒരു നിമിത്തമാക്കുന്നേ ഉള്ളൂ ചിലത് പറയുക. സ്തോത്രം. അല്ലാതെ സാധിച്ചു തരേണ്ടത്, സാധിപ്പിച്ച് തരേണ്ടത് ആരല്ല, തരേണ്ടതല്ല ആരാ? ദൈവമോ ഞാനാണോ? സ്തോത്രം. ഞാൻ വെറും നിമിത്തമെന്ന് മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ പറയുക. നിരാശപ്പെടല്ലേ. കാലങ്ങൾ പോയെന്ന് പറഞ്ഞ് നിരാശപ്പെടല്ലേ. നിരാശപ്പെടുവാനല്ല ദൈവം വിളിച്ചേക്കാൻ. കാലങ്ങൾ പോയെങ്കിൽ അതിലും വലിയ ശ്രേഷ്ഠത തരുവാനാണ് ദൈവം കൊണ്ടുപോയിരിക്കുന്നത്. താമസിക്കുന്ന അനുസരിച്ച് നന്മ തരുവാനാണ് ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ പുരുഷനാണ് പിതാക്കന്മാരിൽ പിതാവായ അബ്രഹാം പിതാവ്. താമസിച്ചു പോയെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമുള്ളതാ വന്നത്. സ്തോത്രം. ഇസ്മയിലിനെ യാഗം കഴിപ്പിക്കാൻ കൊണ്ടുപോയിരുന്നെങ്കിൽ അബ്രഹാമിനെ അവിടുത്തെ യാഗം ഒഴിച്ചാണ് ഇസ്മയിൽ. സ്തോത്രം. ഇസ്ഹാക്ക് ആയതുകൊണ്ട് അപ്പന്റെ വാക്കിനനുസരിച്ച് നിന്നു കൊടുത്തത്. അൻസറിനോട് നിൽക്കുന്ന ഒരു മകനെ കിട്ടിയത് അല്ലയോ? സ്തോത്രം. ഇന്ന് ഇസ്മയിൽമാരുടെ അമികാല പാരമ്പര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം അക്രമങ്ങളേ ഉള്ളൂ, വെട്ടും കുത്തുകയേ ഉള്ളൂ, കൊലപാതകങ്ങളേ ഉള്ളൂ. ഇസ്ഹാക്കിന്റെ പാരമ്പര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അതില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ, കരുതൽ മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതാണ് അടുത്ത ജനറേഷൻ, ഇസ്ഹാക്കിന്റെ ജനറേഷൻ വന്നത് ഇല്ലയോ? ഇന്ന് ഈ നിൽക്കുന്ന ജനറേഷൻ വരെ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവമക്കൾ വരെ. സ്തോത്രം. കർത്താവിനെ പരീക്ഷിക്കുവാൻ, കർത്താവിന് 40 ദിവസം കഴിഞ്ഞപ്പോൾ യഹോവയെ ദൈവത്തിന് മനസ്സിലായി, ഇനി ഇങ്ങനെ ഇരുത്തുവല്ല, നിറച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പോവാ? പരീക്ഷ വരാൻ പോവാ. ആ പരീക്ഷ എന്ത് ചെയ്യാൻ പോവാ? ജയിക്കാൻ പോവാ. 40 ദിവസം യേശുവിനെ അറിഞ്ഞേയില്ല, വിശപ്പറിഞ്ഞേയില്ല. 41-ാം ദിവസമായപ്പോൾ എന്തുണ്ടായി? യേശുവിന് വിശന്നു, ഒരു ബലഹീന വന്നു, ജഡത്തിനകത്തൊരു ആഗ്രഹം വന്നു. ആഗ്രഹം വന്നപ്പോഴേ ആരും കൂടി പിശാച്. നമുക്ക് ഇതുപോലെ ചില കാര്യങ്ങൾ അങ്ങോട്ട് വരുമ്പോഴേ ആര് വരും? പിശാച്. ആ പിശാച് വന്നിട്ട് പറയുന്ന എന്തെങ്കിലും കേട്ടാ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. എല്ലാം നന്മയും വാർത്തത്തോടെ ബ്ലോക്ക് ആവും ഇല്ലയോ? സ്തോത്രം. ബാക്കിയൊന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. സ്തോത്രം. കണ്ടോ? വിശന്നപ്പോൾ കർത്താവിന് അവിടെ എന്തുവാ അപ്പോഴേ ഉള്ളത്? പ്രസന്റിൽ നടക്കുന്ന സംഭവം എന്തുവാ? വിശപ്പും ക്ഷീണവും എല്ലാം. അപ്പോഴാ പിശാച് വന്ന് പറയുക, ആ കല്ലിനെ അപ്പമാക്കുവാൻ പറഞ്ഞു. നീ ദൈവത്തിന്റെ പുത്രനാണ്, നിന്റെ കയ്യിരിക്കുന്ന കല്ല് അപ്പമാവാൻ പറഞ്ഞാൽ അപ്പമാവും. സ്തോത്രം. യേശു ക്രിസ്തു ഉടനെ പറയുക, മനുഷ്യൻ അപ്പം കൊണ്ടല്ല കഴിയുന്നത്. എന്തുകൊണ്ടാണ് കഴിയുന്നത്? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടാണ്. അത് എവിടുന്ന വന്നത്? 40 ദിവസം പ്രാപിച്ച സാധനമാണ് പുറത്തു വന്നത്. പ്രിയ ദൈവത്തിലെ, ഞാൻ ദൈവത്തെ അറിഞ്ഞ്, ദൈവത്തെ രുചിച്ചറിഞ്ഞ്, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തിരിച്ചിറങ്ങി, ദൈവത്തിന് വേണ്ടി എല്ലാം വിട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ വെളിപ്പാടുകളും ആ ദർശനങ്ങളും ആരെ കണ്ട? എല്ലാത്തിനും ഉപരിയായി യേശുവിനെ കണ്ടതുകൊണ്ട് ഞാൻ സകലരും വിട്ട് എവിടേക്ക് വന്നത്? യേശുവിന്റെ സന്നിധി വന്നത്. അപ്പൊ പ്രതികൂലം വരുമ്പോൾ നീ അതാ പറയേണ്ടത്. എന്തു പറയേണ്ടത്? ഈ പ്രതികൂലം കൊണ്ടുവരുന്ന വിഷയത്തിനകത്ത് ഞാൻ തോറ്റുപോകത്തില്ല. കാര്യം എന്തുവാ? ഞാൻ എല്ലാം വിട്ടു വന്നിരിക്കുന്ന ആർക്ക് വേണ്ടിയാ? യേശുവിന് വേണ്ടിയാ. എങ്കിൽ ആ യേശു എനിക്ക് നീ ആ 40 ദിവസം പ്രാപിച്ച സാധനമാണ് യേശുവിന്റെ അവിടെ അങ്ങോട്ട് ഇറക്കിയത്. എന്ത് പറഞ്ഞു? 40 ദിവസം എന്റെ ശരീരം ഭക്ഷണം കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ഇനിയും മുന്നോട്ട് പോകാനും ആർക്ക് കഴിയും? എനിക്ക് കഴിയും. കാര്യം എന്തുവാ? ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വസിക്കുന്ന കാലത്തോളം എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ഷീണിപ്പിക്കുവാനോ വിശപ്പിലേക്ക് തള്ളിയിടുവാനോ കഴിയത്തില്ല എന്ന് വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു. പിശാചിന്റെ പരീക്ഷ തോറ്റു. നമ്മളെല്ലാം പ്രാപിച്ചിട്ട് അങ്ങോട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചില പ്രതികൂലം അങ്ങോട്ട് ഫ്രണ്ടിൽ വെക്കുമ്പോൾ നമ്മൾ പ്രാപിച്ചതെല്ലാം മറന്നുപോകും, നമ്മളങ്ങ് വീണുപോകും. അതാണ് പലപ്പോഴും ദൈവത്തിന്റെ വാക്തത്വം ദൂതുകളും ആർക്ക് പ്രാപിക്കാൻ പറ്റുന്നത്? നമുക്ക് പ്രാപിക്കുവാൻ കഴിയാതെ. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പരാജയപ്പെടുത്തുവാനല്ല. കർത്താവ് ജയിച്ചു. എങ്ങനെയാ? 40 ദിവസം പ്രാപിച്ച അഭിഷേകം, പ്രാപിച്ച ദൈവ സാന്നിധ്യം. കർത്താവിന് അറിയാം. കർത്താവിനെ എടുത്തു പറഞ്ഞൂടെ? ഈ 41-ാം ദിവസം ഞാൻ വിശന്നിട്ടുണ്ടെങ്കിൽ 40 ദിവസം ഞാൻ എങ്ങനെ ഇരിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ 41-ാമത്തെ ദിവസം എനിക്ക് ഇരിക്കാൻ പറ്റും ഇല്ലയോ? കർത്താവ് ഒറ്റ നാമത്തിൽ പിശാച് തോറ്റുപോയി. പക്ഷെ നമ്മൾ എന്തുവാ? നമ്മൾ പ്രാപിച്ച് കൊണ്ടുവന്നിട്ട് ഒറ്റ വാക്കിലെല്ലാം പോയി.
പിന്നെ ഒന്നേന്ന് പ്രാപിച്ച് ചെയ്യും. ഇതാ നമ്മളെ പരിപാടി. സ്തോത്രം. പ്രാപിച്ചത് വെച്ച് നിന്നെ എതിരേൽക്കാൻ വരുന്ന ചില വിഷയത്തിനകത്ത് ശത്രു കൊണ്ടുവരുന്ന പ്രതിസന്ധിയുടെ മല്ലി നീ ജയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ദൂതും ആർക്ക് പ്രാപിക്കാൻ പറ്റും? എനിക്ക് സമയത്ത് തന്നെ, ദൈവം വെച്ച സമയത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാപിക്കുവാൻ കഴിയും. അടുത്ത വാക്യം. കണ്ടില്ലയോ? ചിലവര് നമ്മളെ സ്തോത്രം, അല്ലെ ചിലവര് നമ്മളെ ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമക്കളാണെങ്കിൽ ചിലവര് നമ്മളെ അങ്ങ് പരീക്ഷിക്കാൻ വരും. നീ ദൈവവൈതലാണോ? ദൈവമക്കളാണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാലോ. ഇപ്പൊ ഒരു ഉദാഹരണം, സ്തോത്രം, അപ്പുറത്തെ വീട്ടില് അന്യായമായ എന്തെങ്കിലും നമ്മളെടുത്ത് അവർ ചെയ്തിട്ട് നമ്മൾ സംസാരിച്ച ഓർമ്മ അവര് പറയും, എന്ത് പറയുന്നത്? നമ്മൾ ചോദ്യം ചെയ്താൽ എന്ത് പറയും? നീ ദൈവപൈതലാണെന്ന് ഇങ്ങനെല്ലാം ചോദിക്കും. അപ്പൊ ന്യായത്തിന് വേണ്ടി സംസാരിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. അന്യായത്തിന് വേണ്ടി നിൽക്കല്ലേ, ന്യായത്തിന് വേണ്ടി നിൽക്കാം. നമ്മൾ ഉടനെ എന്ത് ചെയ്യും? അങ്ങ് പതറിപ്പോ. അതേപോലെ തന്നെ സ്തോത്രം, ചിലവർ നമ്മളെ സ്തോത്രം മോട്ടീവ് ചെയ്യുവാൻ വേണ്ടി വരും ആത്മീയത്തെ. അന്ന് പിന്നെ അതെന്താ ചെയ്ത? ദൈവം പറഞ്ഞിട്ടുണ്ട് ചെയ്തോ. കർത്താവ് പറയുക, കർത്താവിനെ കൊണ്ടുവന്ന വലിയൊരു മലയാളം നില എടുത്തിട്ട് താഴോട്ട് ചാടും. ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്, ദൈവമക്കളുടെ കല്ലിൽ തട്ടാത്ത വണ്ണം നിന്റെ പാദത്തെ സൂക്ഷിക്കും. ദൈവവചനം എഴുതി വെച്ചേക്കുന്നു. വചനം കൊണ്ടാ ആര് വന്നേക്കുന്നത്? പിശാച് വന്നിരിക്കുന്നു. ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാരെ പലപ്പോഴും സ്വന്തം അവരുടെ ട്രെൻഡ് അനുസരിച്ച് സംസാരിക്കണം. മുസ്ലിംസ് ആണെങ്കിൽ അതിനെപ്പറ്റി പറയും, ഹിന്ദുസ് ആണെങ്കിൽ അവിടെ അതിനെപ്പറ്റി പറയും. അത് അവന്റെ തന്ത്രമാണ്. അതിനെ മനസ്സിലാക്കിക്കോണം. ഇപ്പം സ്തോത്രം, ബൈബിളിനെ പറ്റി സ്തോത്രം 2-3 ക്ലിപ്പുകളെല്ലാം ഉണ്ടായിരുന്നു. സ്തോത്രം, ഗണേശൻ വന്നിട്ട് അപ്പുറത്തെ തിരുവാസിന്റെ അടുത്ത് വന്നിട്ട് ബൈബിളിനെ പറ്റി 2-3 കാര്യം പറഞ്ഞിട്ട് സ്തോത്രം ഇത്രത്തോളം യഹോവ സഹായിക്കുന്നെല്ലാം പറഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ നമ്മളോടാണ് 10,000 ചരടും കെട്ടി ആമികാല് ഇടിയിലൊരു 10,000 ചരടുണ്ട്, കയ്യിലൊരു 10,000 ചരടും ഉണ്ട്, പോന്നവനാണ് നമ്മളെ കൂടെ വരുന്നത്. അവൻ വചനം പറഞ്ഞ അവിടെ തന്നെ വചനം പറഞ്ഞത് ശരിയാണോ? അല്ല. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയും, പിശാച് ഏറ്റവും കൂടുതൽ വചനം അറിയുന്ന പിശാചിനാണ്. ഏറ്റവും കൂടുതൽ വചനം അറിയുന്ന ആർക്കാ? പിശാചിനാ. കാര്യം എന്തുവാ? എങ്കിലേ അവന് നമ്മളെ തെറ്റിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വചനം പറഞ്ഞോണ്ടാ യേശുവിന്റെ അടുത്ത് വന്നത്. ആദ്യം യേശുവിന്റെ അധികാരമാണ് പറഞ്ഞത്. നിനക്ക് ഭയങ്കര അധികാരം, നീ ആ കല്ലിനോട് പറഞ്ഞാൽ അപ്പമായിട്ട്. രണ്ടാമത് പറയുക, നീ ഭയങ്കര, നിന്നെ പറ്റി കർത്താവിന് ഭയങ്കര കരുതല, അതുകൊണ്ട് നീ എന്ത് ചെയ്താൽ മതി? താഴോട്ടം ചാടിക്കൂ. കർത്താവിന്റെ വചനം പറഞ്ഞിട്ടുണ്ട്, നിന്റെ പാദത്തെ കല്ലിൽ തട്ടാത്ത വണ്ണം ആര് കരുതിക്കൊള്ളും? ദൈവം കരുതിക്കൊള്ളും. നമ്മൾ അത് ഈ 2 കാര്യത്തിനകത്ത് എപ്പോൾ ഫ്ലാറ്റായി അനുഭവിച്ചാണ്. ഗണേശം ദൈവത്തിന്റെ വചനം ഒരു അരമണിക്കൂർ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ഒരു 85% ഫ്ലാറ്റാവും. 15% ഫ്ലാറ്റ് ആവത്തില്ല. 15% അറിയാം ഇത് എന്തുവാ? കാപട്യമാണ്. കാര്യം എന്തുവാ? ദൈവത്തെ യഥാർത്ഥമായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പൂർണ്ണമായിട്ട് മാറും. ഉച്ചമുതൽ ഉള്ളങ്കാലി വരെ അവന് മാറ്റം ഉണ്ടാവും. അവനെ കണ്ട ദൈവത്തെ തോന്നും. അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കത്തുള്ളൂ, അല്ലാതെ വ്യഭിചരിക്കാൻ പോകത്തില്ല. 4-5 സ്ത്രീകളോട് വ്യഭിചരിക്കാൻ പോയിട്ട് വന്നിട്ടായിരുന്നു കൂളായിട്ട് നിന്നിട്ട് പറയുക, സ്തോത്രം, യേശു ഒരു ദൈവമേ ഉള്ളൂ. യേശു ഒരു ദൈവമേ ഉള്ളൂ, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ നീ പ്രാപിച്ചിട്ടില്ല. നീ പ്രാപിച്ചായിരുന്നു നീ പാപത്തിൽ നിന്ന് പുറത്തു വന്നേ, ഇല്ലയോ? സ്തോത്രം. അതുകൊണ്ട് ചിലവരെല്ലാം വന്ന് ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ചുമ്മാ കയറി ആമീ സ്തോത്രം എന്നൊന്നും കയറി പറയല്ലേ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നിടത്ത് നിങ്ങൾ ആമീ സ്തോത്രം പറയാവോ? കാര്യം എന്തുവാ? ആമീ സ്തോത്രം നിങ്ങളെ വായിന്ന് വരുന്ന അതിനെ അംഗീകരിച്ചെന്നാണ്. ആ വ്യക്തിയെ അതിനെ അംഗീകരിച്ചെന്നാണ്. ഇങ്ങനൊരു വ്യക്തിയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂ? മിണ്ടാതിരിക്കുക. 15% മിണ്ടാതിരിക്കും, 85% ചാടും. കാര്യം എന്തുവാ? ഈ 15% ആർക്ക് മതി? ദൈവത്തിന് മതി. സ്തോത്രം. അടുത്തത്, സ്തോത്രം, നിന്റെ കർത്താവിനെ എന്ത് ചെയ്യല്ലേ? പരീക്ഷിക്കരുത്. ഈ സ്തോത്രം ദേവദാസന്മാരെല്ലാം ചിലർക്ക് പോസ്റ്റ് വെച്ചിട്ടുണ്ട്, ഇവരുടെ ഫോട്ടോ, പിന്നെ അതുപോലെ ശ്രീശാന്തിന്റെ ഫോട്ടോ, ഇങ്ങനെല്ലാം വെച്ചിട്ടുണ്ട്. ഇവന്മാര് മൊത്തം ജീവിക്കുന്നത് എങ്ങനെയാ? ലോകന്മാരാണ് ജീവിക്കുന്നത്. അവന്മാർ ഒരിക്കലും വന്നിട്ടില്ല. അവന്മാര് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടായിരുന്നു, അന്ന് പാർച്ചു എന്ന് പറഞ്ഞ് അവന്മാർ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. നമ്മൾ പുറത്തു നോക്കുമ്പോൾ എന്തുവാ? ചിലവർ പറയുന്നത് അവരുടെ ഫോട്ടോ ഉണ്ടോ, അവര് കണ്ടോ സംസാരിക്കുന്നത്? ഇവരൊന്നും അല്ല സംസാരിക്കേണ്ടത്. സംസാരിക്കുന്ന ആർക്കാ? ഇവര് സംസാരിക്കുന്നതല്ല കർത്താവിന് ഇഷ്ടം. കർത്താവിന് ആര് സംസാരിക്കുന്ന ഇഷ്ടം? ദൈവത്തിന് വേണ്ടി വേർവിട്ട് വീണ്ടും ജനിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന
ജീവിക്കുന്ന, എന്തൊക്കെ പ്രതികൂലവും പ്രയാസവും കഷ്ടങ്ങൾ വന്നിട്ടും ദൈവത്തെ വിട്ടുകൊടുക്കാതെ ദൈവത്തെ മുറുകി പിടിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അവരുടെ വാക്കുകളെ ആര് ശ്രദ്ധയോട് കേൾക്കുന്നത്? ദൈവം കേൾക്കുന്നത്. സ്തോത്രം. ഇത് പരസ്യത്തിന് വെച്ചേക്കുക. ഈ പരസ്യം ചെയ്യുന്നവനും ഈ പരസ്യം ചെയ്യാൻ നിൽക്കുന്നവനും ശപിക്കപ്പെട്ടവനാ. അവൻ ഒരിക്കലും ആർക്കുള്ളതല്ല, ദൈവത്തിനുള്ളതല്ല. ഇത് കണ്ടൊന്നും വീണു പോവല്ലേ. അയ്യോ, അത് അവരവിടെ പറയുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അവിടെ പറയും ഇവിടെ പറയും, യേശു എന്നല്ല പറയും. നിങ്ങൾ വഴിതെറ്റി പോലെ. കാര്യം എന്തോ? വചനത്തിൽ മുറുകി നിന്നോണം. ഇവര് വിശ്വാസത്തിൽ വന്നതിനല്ല സ്വർഗം സന്തോഷിക്കുന്നത്. സ്വർഗം സന്തോഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോട് ദൈവസന്നിധി വന്ന ദൈവജനത്തിന് വേണ്ടിയാണ് ദൈവം സന്തോഷിക്കുന്നത്. സ്വർഗം സന്തോഷിച്ച് അനുഗ്രഹിക്കുന്നത്, അല്ലാതെ ഇവരെ കണ്ടല്ല അനുഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇവര് വന്ന് ഇപ്പൊ എന്റെ അടുത്ത് വിളിച്ച് സുശേഷൻ പറഞ്ഞ പോലെ ഞാൻ മൈൻഡ് പോലും ചെയ്യത്തില്ല. കാര്യം എന്തുവാ? എനിക്കറിയാം ഇവരെന്തുവാന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവുള്ളവനെ അറിയാം, തിരിച്ചറിയാൻ പറ്റും. ദൈവത്തിന്റെ ആത്മാവുള്ളവനെ. കാര്യം ദൈവത്തിന്റെ ആത്മാവുള്ളവനെ ഒരിക്കലും പാപം ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവുള്ളവനെ എപ്പോഴും എന്ത് ചെയ്യും? നീതിയോടുകൂടെ നിൽക്കത്തുള്ളൂ. അവൻ നീതിയോടുകൂടെ നിന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യും? അവനിൽ നിന്ന് വിട്ടുമാറിപ്പോകും. സ്തോത്രം. കർത്താവ് യേശുവിനെ പറഞ്ഞു, സ്തോത്രം, ഈ വചനമെല്ലാം പറഞ്ഞപ്പോ കർത്താവ് യേശുവിനെ പറഞ്ഞു, ഇതൊന്നും എന്തില്ല, ഇങ്ങോട്ടേക്കത്തില്ല. കാര്യം എന്തുവാ? അതിനപ്പുറത്ത് ഒരു വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുവാ? സ്തോത്രം. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതേ. എനിക്ക് ദൈവം അത്ഭുതം ചെയ്യാൻ ശക്തനാ. ഞാൻ ചാടിയാലും ഒന്നും വരത്തില്ല. പക്ഷെ എന്റെ ദൈവത്തെ എന്ത് ചെയ്യല്ലേ? പരീക്ഷിക്കരുത്. ഞാൻ അറിയാതെ വീണു പോയാൽ എന്റെ ദൈവം എന്നെ കരുതിക്കൊള്ളും. അല്ലാതെ ഞാൻ മനഃപൂർവ്വം ദൈവത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി ചാടിയാൽ ദൈവം എന്നെ കൈവിടും. അതുകൊണ്ട് കർത്താവിനെ എടുത്ത് എന്ത് ചെയ്യല്ലേ? പരീക്ഷിക്കരുത്. ചിലവരെല്ലാം ചില വിശ്വാസം കാണിക്കുക, അത് ഓവറായിട്ട് കാണിക്കുന്നു. സ്തോത്രം. അത് ദൈവത്തോടുള്ളതല്ല. അവര് പരീക്ഷിക്കുക ക്രിസ്തുവിനെ. കർത്താവായ യേശുവിനെ മരിച്ചവരെ ഉയർത്തരുത്. ഒരു പെൺകുട്ടിയെ ഉയർത്തരുത്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചു കിടന്നോ. കർത്താവായ യേശുവിനെ ജനത്തെ മൊത്തം കാണിച്ചാണ് ചെയ്തത്. അകത്ത് പോയി അറയടച്ചു, വാതിലടച്ചു. സ്തോത്രം. ചിലത് ദൈവം പരസ്യമായിട്ട് ചെയ്തിട്ടുണ്ട്, ചിലത് ദൈവം ദേവസ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം എന്തുവാ? ഇത് പരീക്ഷിക്കുവാനുള്ളതല്ല. അവിടെ ആ കുട്ടി ആവശ്യമാണ്, ജീവനോട് ആ കുടുംബത്തിന് ആവശ്യമാണ്. അതേപോലെ ഒരു വിധവയായ സ്ത്രീയുടെ മകനെ മഞ്ചലിൽ കൊണ്ടുവരുന്നു, അടക്കാൻ കൊണ്ടുപോകുന്നു. കർത്താവ് സൗഖ്യമാക്കി. കാര്യം ആ വിധവയ്ക്ക് ആ പയ്യൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ലാസർ 2 സഹോദരിമാർക്ക് ഒരു ആങ്ങള മാത്രമേ ഉള്ളൂ. അവിടെ അത് അത്യാവശ്യമാണ്. സ്തോത്രം. എന്നിട്ട് ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. സ്വർഗത്തെ മഹത്വപ്പെടുത്തുവാൻ ചിലവരും ബലപ്പെടാൻ പോവാ. ആരാ ബലപ്പെട്ടെ? ശിഷ്യന്മാർക്ക് ബലമായി. ശിഷ്യന്മാർക്ക് മനസ്സിലായി യേശുവിനെ കഴിയാത്ത ഒന്നുമില്ല. ചിലരോട് സ്ഥാപിക്കപ്പെട്ടു ആ ഒരു അത്ഭുതത്തോട്. ലാസർ ജയിച്ചത് മാത്രമല്ല, മറ്റുള്ളവർക്കൊരു വിശ്വാസം ഉണ്ടായി, യേശുവിനെ കഴിയാത്ത ഒന്നുമില്ല. അതുപോലെ നമ്മുടെ കുടുംബത്തിനകത്ത് ചില പ്രതികൂലവും പ്രയാസവും കഷ്ടങ്ങളെല്ലാം കൂടുതൽ തരുന്ന എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സാക്ഷിയായി തീരുമാനം. അയ്യോ, ഇത്രയെല്ലാം വന്നിട്ടും അവർ വിട്ടില്ലല്ലോ, അവരെ യേശുവിനെ പിടിച്ചുകൊണ്ടിരുന്നു. യേശു അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവരെ വിളിക്കുന്ന ഇങ്ങനല്ലേ? നമ്മളെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ ഇവരെന്തോ പറയുന്നത്? അവര് പോയ റൂട്ടാ കറക്റ്റ്. കണ്ടോ അവര് ദൈവം അനുഗ്രഹിച്ചുണ്ടോ? നമ്മൾ നേരത്തെ പോകുമ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞ ആൾക്കാരാ. ഇവരെ നാവുകൊണ്ട് തന്നെ പറയും ദൈവം അവരെ അനുഗ്രഹിച്ചു. സ്തോത്രം. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. നീ എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ പെട്ടെന്ന് വരാം. സ്തോത്രം. യേശുവിനെ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ എല്ലാ മഹത്വവും ഒരു നിമിഷം കൊണ്ട് ആര് കാണിച്ചു? ശാരി കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ നമസ്കരിക്കാൻ ഇതെല്ലാം തരാം. കർത്താവിന് അറിയാം ഇത് ഇവന്റെ അല്ല, പിതാവായ യഹോവ സൃഷ്ടിച്ചതാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. അവിടെ വെച്ച് സ്തോത്രം യേശു പിശാചുമായിട്ട് വാദിച്ചു. ഇതെന്റെ അപ്പന്റെയാ, നിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല പറഞ്ഞോ. യേശു ഒന്നും മിണ്ടിയില്ല. ഇന്ന് പ്രിയ മക്കളെ, ഇതേപോലെ ഭൂമിയിലെ ചില നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം തന്നിട്ട് ചിലവര് നമ്മളെ ആത്മീയത്തിന് തെറ്റിക്കാൻ നോക്കും. ചില നുണുക്ക് വാക്യം കൊണ്ടുവരും. അയ്യോ, ദൈവം ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞു വരും. തെറ്റിപ്പോവല്ലേ? സ്തോത്രം. തെറ്റിപ്പോവല്ലേ? അവിടെ വീണ് പോവല്ലേ? ഈ നന്മയോ ഈ അനുഗ്രഹം ഒന്നും ശാശ്വതമല്ല. സ്തോത്രം. ദൈവമക്കൾക്ക് ഒരു വലിയൊരു നന്മയുണ്ട്. എവിടെ? സ്വർഗത്തിൽ. ആമേൻ. ഭൂമിയിൽ നന്മ തരും.
ഭൂമിയിൽ ദൈവം നന്മ തരും. ഈ ഭൂമിയിലെ നന്മ അനുഗ്രഹം നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവം ഈ ഭൂമി നമ്മളോട് പറഞ്ഞ് ചെയ്യണം, അനുഭവിക്കാൻ തയ്യാറാവണം, ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ തയ്യാറാവണം. എങ്കിൽ ഈ ഭൂമി വെച്ച് തന്നെ ദൈവം ചെയ്യും ഈ നന്മ അനുഗ്രഹം ദൈവം തരും. എന്നിട്ട് എവിടെ കൊണ്ടുപോകും? സ്വർഗത്തിൽ നമുക്ക് വാസം കൊടുക്കാം, ഇല്ലയോ? മത്തായി സുവിശേഷം 28 അധ്യായത്തിന്റെ 18 വാക്യത്തിനകത്ത് കർത്താവ് പറയുന്നു, ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ഇതിന്റെ മറുപടിയാണ് പറയുന്നത്. കാര്യമോ? സ്വർഗത്തിന്റെയും ഭൂമിയുടെ സകലത്തിന്റെ താക്കോൽ അധികാരം എനിക്ക് തന്നിരിക്കുന്നു. ഞാൻ ഇഷ്ടമുള്ളവർക്ക് അതെനിക്ക് കൊടുക്കാൻ പറ്റും. ഇഷ്ടമുള്ളവർ ആരാവണം? എന്റെ പ്രവൃത്തി ചെയ്ത് എനിക്ക് വേണ്ടി ജീവിക്കുന്നവർക്ക് അത് ഞാൻ കൊടുക്കും. അതാ പറഞ്ഞ ഇതിന്റെ മറുപടിയാ ഈ 4-ാം അധ്യായത്തിൽ കിടക്കുന്ന മറുപടിയാ. അവസാനം വന്നപ്പോ പറഞ്ഞ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുക. കാര്യം എന്തുവാ? പിതാവ് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് കഴിഞ്ഞപ്പോൾ പുത്രന് സകലത്തിന്റെ അധികാരം കൊടുത്തു. സ്വർഗത്തിന്റെ മാത്രമല്ല ഭൂമിയുടെ അധികാരം കൊടുത്തു. എങ്കിൽ ഈ ഭൂമി നമ്മൾ വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ വസിക്കുമ്പോൾ, നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങുമ്പോൾ, പ്രിയ ദൈവമക്കളെ, പ്രതികൂലവും പ്രയാസവും കഷ്ടങ്ങളും ഉണ്ട്. പക്ഷെ ഈ ഭൂമിയിലെ ദൈവം നന്മയെ അനുഗ്രഹവും ദൈവം തരും. അതിന് മാറ്റമില്ല. കാര്യം എന്തുവാ? ഭൂമിയുടെ സ്വർഗത്തിന്റെ സകലത്തിന്റെ അധികാരം ആരായിരിക്കുന്നത്? ദൈവത്തിന്റെ. എങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നമ്മൾ അനുഗ്രഹിക്കും. പക്ഷെ ഭൂമിയുടെ അനുഗ്രഹത്തിന്റെ പിന്നാലെ പോകാൻ ദൈവം പറഞ്ഞിട്ടില്ല. ഭൂമിയുടെ അനുഗ്രഹം നമുക്ക് വന്ന് ചേരത്തേ ഉള്ളൂ. അതിന്റെ പിന്നാലെ നമ്മൾ പോകണ്ട. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സ്വർഗത്തെ പ്രാപിക്കുക. ആ ലക്ഷ്യത്തിൽ പോകുന്നെങ്കിൽ ഈ നന്മയെല്ലാം തരും. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. ഇറങ്ങി തിരിച്ചപ്പോ അബ്രഹാം പോകുന്നിടത്തെല്ലാം അബ്രഹാം എന്തെല്ലാം ചെയ്യുന്നു അവിടെ എല്ലാം അനുഗ്രഹിച്ചു. രാജാക്കന്മാർ അബ്രഹാമിനെ ഭയപ്പെട്ടു, അബ്രഹാമിനെ കീഴ്പ്പെട്ടു നിന്നു. എല്ലാ രീതിയിലും അബ്രഹാമിന് സമൃദ്ധി കൊടുത്തു. പക്ഷെ സമൃദ്ധിയുടെ പിന്നാലെ ആര് പോയില്ല? അബ്രഹാം പിതാവ് പോയില്ല. അതേപോലെ ഇന്ന് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് സമൃദ്ധി പലതും വരും, നന്മകൾ പലതും വരും. അതുകൊണ്ട് ദൈവം പറഞ്ഞേ, നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നിനക്കൊന്നും തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നീ എന്തൊക്കെ കൂട്ടി വെച്ചാലും എന്ത് ചെയ്യത്തില്ല, അതൊന്നും നിനക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നന്മകൾ വരും, അനുഗ്രഹങ്ങൾ വരും. ഈ ഭൂമി നീ ജീവിക്കുന്ന അനുസരിച്ചായിരിക്കും സ്വർഗത്ത് നിനക്ക് വാതിൽ തുറന്നിട്ടേക്കുന്നത്. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താവിന്റെ കാര്യം പറഞ്ഞല്ലോ. സ്തോത്രം. സ്വർഗത്തിൽ ഒരു ഭർത്താവിന് ഭാര്യയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ഭൂമി വെച്ച് സ്വർഗത്തിന്റെ വാതിൽ, സ്വർഗത്തിന്റെ വഴികളെ കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അത് അവരെ ഏറ്റെടുക്കുന്നുവെങ്കിൽ, ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. കർത്താവ്, ഞങ്ങൾ 5 പേര് ഈ ഭൂമി ജീവിച്ചതാ. ഞങ്ങൾ ഒരു കുടുംബമായിരുന്നു. ഞങ്ങൾ 5 പേർക്കും പോകാൻ പറ്റുമോ? 5 പേര് ജീവിച്ചാൽ എവിടെ വരും? സ്വർഗത്തിൽ. അവിടെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. അവിടെ ദൈവത്തിന്റെ ദൂതന്മാരെ ആകുക, ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക. സാറാഫുകൾ ദൈവത്തെ ആരാധിച്ചതുപോലെ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ദൈവം വിളിച്ചിരിക്കുന്ന അതിന് വേണ്ടി. സ്തോത്രം. അപ്പൊ പല നന്മകൾ കാണിക്കാം, പല സ്തോത്രം ഉയർച്ചകൾ, അല്ലെങ്കിൽ പല വാഗ്ദത്തങ്ങൾ തരും. അതിലൊന്നും എന്ത് ചെയ്യല്ലേ? വീണു പോവല്ലേ. ഇതെല്ലാം ദൈവത്തിന് തരാൻ നിസ്സാരമാണ്. നമ്മളിപ്പോൾ കാണുന്നതെല്ലാം തരാൻ ദൈവത്തിന് കാണാൻ നിസ്സാരമാണ്. ചിലവർ സ്വത്ത് കാണിക്കാം, ചിലവർ പണം കാണിക്കാം, ചിലവർ വീട് കാണിക്കാം, ചിലവർ ജോലി കാണിക്കാം. ഇതിലൊന്നും വീണു പോകത്തില്ല എന്റെ വിശ്വാസം. കാര്യം എന്തുവാ? ഇതിലും അപ്പുറത്ത് തരുവാൻ ആര് ശക്തനാ? ദൈവം തരാൻ. ഞാൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പത്രോസിനോട് എങ്ങനെ കർത്താവ് പറഞ്ഞേ? 100 മടങ്ങ് നിനക്ക് ഞാൻ ഈ കഷ്ടത്തോടൊപ്പം തരും, ഈ ഭൂമിയിലുള്ള ജീവിതത്തോട് തരും. അപ്പൊ ഭൂമിയിലുള്ള ജീവിതത്തിനകത്ത് നന്മ അനുഗ്രഹമുണ്ട്, അതിനോട് എന്തുണ്ട്? കഷ്ടവും പ്രയാസവും. ചില നിന്ദയും പരിഹാസവും എല്ലാം എപ്പോഴും കാണും. പക്ഷെ നമ്മൾ അവിടെ ഒന്നും വീണു പോകത്തില്ല. അവിടെ എല്ലാം ആര് നമ്മളെ ഉയർത്തും? സ്വർഗത്തിലെ ദൈവം നമ്മളെ ഉയർത്തും. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തന. ഉറപ്പോട് നിങ്ങളത് ഏറ്റെടുത്ത്, എന്റെ കർത്താവ് വിശ്വസ്തന. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല? എന്നെ ഒരിക്കലും ശത്രുവിന് ഇരയാക്കി കൊടുക്കത്തില്ല, അവനെ ചിരിക്കാൻ ഇടവിട്ട് കൊടുക്കത്തില്ല, പരിഹസിക്കാൻ ഒരു സമയം വരെ ഉള്ളൂ. സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ദൈവം എന്നെ അനുഗ്രഹിക്കും, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും. അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സ്തോത്രം. മകളാമണി എന്റെ മക്കളെ നോക്കി പലരും പറഞ്ഞായിരുന്നു, സ്തോത്രം, അവരുടെ ഭാവി സ്റ്റോപ്പായി. സ്തോത്രം. അത് ആരുടെ കൃപ കൊണ്ടാ? മക്കളെ കൃപ കൊണ്ടാണോ ബലപ്പെട്ടു വരുന്നത്? ആരുടെ കൃപ കൊണ്ടാ? ആന്റിയുടെ കണ്ണുനീര് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ആ ഉറ്റ പ്രാർത്ഥന കേൾക്കുന്നു. അവിടെ പറഞ്ഞവരെല്ലാം തകർന്നുകൊണ്ടിരിക്കുക, അവർ കയറി വരും. കാര്യം എന്തുവാ? സ്തോത്രം. ഇനി അവരോടൊന്ന് പൂർണ്ണമായി മാറി വരുമ്പോൾ ആരനുഗ്രഹിക്കും? അവരുടെ മേലുള്ള കിടക്കുന്ന ദൂതുകളും വാഗ്ദത്തങ്ങളും നിവൃത്തിയാവും. സ്തോത്രം. അതൊരു മാതാവിന്, അല്ലെങ്കിൽ ഒരു പിതാവിന്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, ഒരു ഭർത്താവിന് ചെയ്യാൻ പറ്റും. ഭൂമിയിൽ ഇരിക്കുമ്പോൾ കണ്ണീരൊഴുക്കാം, തലമുറയ്ക്ക്, കുടുംബത്തിന് വേണ്ടി ദൈവം അനുഗ്രഹിക്കും. പക്ഷെ തലമുറ കുടുംബത്തെ സ്വർഗത്തിൽ കൊണ്ടുവരണമെങ്കിൽ ആരെന്ത് ചെയ്യണം? അവര് ജീവിച്ചേ പറ്റും.
അവർ ജീവിച്ചേ പറ്റുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റേ ഇല്ല, അങ്ങനെ ഒരു ഇതേ ഇല്ല. ഭാര്യയെ നമുക്കറിയാം ഭർത്താവ്, പക്ഷെ അങ്ങനത്തെ ഒരു ബന്ധം അവിടെ ഇല്ല. സ്തോത്രം. അറ്റാച്ച്മെന്റ് ഉള്ളപ്പോൾ ഇല്ലേ നമ്മൾ കൂടുതൽ കരയുന്നത്. അറ്റാച്ച്മെന്റ് ഇല്ലാത്തവർക്ക് കരയൂ. സ്തോത്രം. എന്റെ വീട്ടിൽ എന്റെ മോന്റെ കാല് ഉളുക്കി കിടക്കുക, ഞാൻ കരയും. അപ്പുറത്തെ വീട്ടിലെ വ്യക്തിയുടെ കാല് ഉളുക്കി കിടക്കുക, ഞാൻ അത്രയും കരയൂ. അറ്റാച്ച്മെന്റ് കൂടുതല എന്റെ വീട്ടിൽ കിടക്കുന്ന കുഞ്ഞിന്. മറ്റേ കുഞ്ഞിന് അത്രയും അറ്റാച്ച്മെന്റ് ഇല്ല. ഉണ്ടോ? സ്തോത്രം. അതേപോലെ പ്രീസണോ ജീവിച്ചാൽ സ്വർഗരാജ്യം എന്ത് ചെയ്യും? അവകാശമാക്കും. സ്തോത്രം. പല നന്മകളും കാണിക്കാം. ഇന്ന് പലരും വീണ് പോകുന്ന ഇതില്ല. ചില കഷ്ടത്തിന് മധ്യേ ചില നന്മ തരുമ്പോൾ അങ്ങ് വീണു പോകും. ദൈവം അങ്ങനെയല്ല വിളിച്ചേക്കുന്നത്, അതിലും വലിയ നന്മ തരുവാൻ. അങ്ങനെ കൊണ്ടുവരുന്ന ശത്രുവിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഓർത്തണം, അതിലും വലിയ നന്മ തരുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന്. അപ്പോഴാ ദൈവത്തിന്റെ ശക്തിയുടെ അളവ് നിങ്ങൾ വർദ്ധിപ്പിക്കുന്നത്, വളവ് ഉയർത്തുന്നത്. അപ്പോൾ ദൈവം നിശ്ചയമായി സ്തോത്രം. എല്ലാ ദൈവമക്കളും എഴുന്നേക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകല് ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓരോ കുടുംബത്തിനകത്തും വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ദൂതുകൾ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. കർത്താവ്, ഞങ്ങൾ ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുക. ഓരോ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവ്